हरे कृष्णा सर्वम कृष्णा अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ओम श्री मात्रे नमः हर हर महादेव എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമസ്തേ. എല്ലാവരും എത്തട്ടെ. എല്ലാവർക്കും സുഖാണോ? എന്താ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ഹാപ്പി ആണോ? അല്ലേ? എൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. കമൻസ് വളരെ സ്ലോ ആണ്. എന്നാലും സാരില്ല. 8:30 എന്ന് പറഞ്ഞാൽ 8:30 ക്ലാസ് തുടങ്ങും. ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടും. ഓക്കെ. ഓ, ഗ്രൂപ്പിൽ ഇപ്പോഴാണോ ലൈവ് എന്നുള്ള ലിങ്ക് വരുന്നത്? അതാണ് എല്ലാവരും എത്താൻ ലേറ്റ് ആയിരിക്കുന്നത്. ഇപ്പോഴാണ് ഏതോ ഒരു നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്മിൻ കൊണ്ടുപോയിട്ട് മെസ്സേജ് ഇടുന്നത്. ഹാപ്പി. ശാന്തമാതാജി ഹാപ്പി ആണെന്ന് എനിക്കറിയാം. കിച്ചൂട്ടൻ്റെ അടുത്ത ആളല്ലേ. രാവിലെ വരൂ കേട്ടോ. ഞാൻ രാവിലെ ഉണ്ടാവും. ഒരു ഏകദേശം 10 മണി. ശാന്തമാതാജി ഒരു 10 മണിക്ക് വീട്ടിലേക്ക് വാ. ഞാൻ ഇവിടെ വീട്ടിലുണ്ട്. ഓക്കെ. ഇനി വിളിക്കണ്ട. മാതാജി നേരെ 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ. 10 അല്ലെങ്കിൽ രാവിലെ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഒരു വന്നാൽ ലേറ്റ് ആവില്ലേ? പൂജയുണ്ടല്ലോ. ഒരു 10. ഞാൻ രാവിലെ മാതാജിക്ക് മെസ്സേജ് ഇടാം എത്ര മണിക്കാണെന്നുള്ളത്. ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി അവരെ വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ അത് എത്ര മണിക്കാന്ന് നോക്കിയിട്ട് രാവിലെ ഞാൻ മെസ്സേജ് ഇടാം. എന്നിട്ട് എന്തായാലും നാളെ ഞാൻ മാതാജിയെ കണ്ടിട്ടേ പോകും. ഓക്കെ. രാവിലെ മെസ്സേജ് ഇടാം. പിന്നെ വേറെന്താ വിശേഷം? നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? കേരളത്തിൽ നിങ്ങൾ പറഞ്ഞാലേ കേരളത്തിലെ വിശേഷങ്ങൾ ഞാൻ അറിയൂ. ഫേസ്ബുക്കിൽ വരുന്നത് എത്രത്തോളം സത്യമാണ്, എത്രത്തോളം ഏതൊക്കെ ദിവസത്തെയാണ് ഒന്നും എനിക്കറിയില്ല. ഹാപ്പിയാണ് കണ്ണ. ഞാൻ വിളിച്ചിരുന്നു കണ്ണനെ ഒരു ദിവസം. അപ്പോൾ വൈഫാണ് ഫോൺ എടുത്തത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന, ജപവും സാധനയും 2026 ഭക്തിയും എല്ലാം നന്നായി പോണില്ലേ? ഞാൻ എപ്പോഴും പറയണു, ഭക്തി മാത്രമാവരുത് ജീവിതം, ജീവിതവും കൂടി വേണം. 2026 എന്താണ് വേണ്ടത്? ഭക്തി ആയിരിക്കണം. ഓക്കെ. അല്ലാണ്ട് ഒരിക്കലും ഭക്തി മാത്രമായിട്ട് അങ്ങ് ജീവിച്ചു പോകരുത്. വേണം, വേണ്ടെന്നല്ല, ഒരു അളവിൻ്റെ മേലോട്ട് അതേന്ന് പറഞ്ഞ അഡിക്ഷൻ ആവരുത്. ഓക്കെ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ജീവിതത്തിൽ. ഇവിടെ മഴ രാത്രിയാകുമ്പോൾ ഉണ്ടാവും. രാത്രിയൊക്കെ നല്ല തണുപ്പാണ്. പകല് വെയിലാണ്. പക്ഷെ നമ്മൾ ചെന്നൈക്കാരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്ന വെയിലാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ പേജിലൂടെ ബാക്കി നമ്മുടെ കാര്യങ്ങൾ, എന്താ പറയുക, സേവനങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട്. സന്തോഷമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയൊരു സന്തോഷം. ഭാഗവതം കിട്ടി. സൂപ്പർ. എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ ആർക്കൊക്കെയോ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാർസലും കൂടെ പോകാനുള്ളൂ. എന്താ പറയുക, ഏകാദശി 29 നമ്മൾ ഗ്രൂപ്പിൽ നിന്നിട്ടിട്ടുണ്ട്. ഒരു പാർസലും കൂടിയേ ഉള്ളൂ. അത് ഇവിടെ അല്ല, അത് ഇന്ത്യക്ക് വെളിയിലാണ്. അപ്പോൾ അത് ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞാൽ പോകും. ഇന്നിപ്പോൾ ഒരെണ്ണം അയച്ചു. അങ്ങനെ ഇന്നിപ്പോൾ ഇന്ത്യയിലൊക്കെ വെളിയിലുള്ള ഒരു ഡിവോട്ടിക്ക് അയച്ചു. ഇനി ഒരാളുടെ പാർസൽ ഇവിടെ ഉണ്ട്. അത് സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഭാഗവതം കിട്ടിയെന്ന് അറിഞ്ഞതിൽ. നാളെ കാർത്തികയല്ലല്ലോ, നാളെ രോഹിണിയല്ലേ നക്ഷത്രം? മാതാജിയുടെ പിറന്നാളാണോ? പിന്നെ ഇന്നലെ നമ്മുടെ ശങ്കർ നാരായണൻ ജയന്തി അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഗുരുവായൂർ മഞ്ജരീസിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ശങ്കർ നാരായണൻ അപ്പയ്ക്കും അമ്മയ്ക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക മംഗള ദിനാശംസകൾ. സോറി ടു ബി ലേറ്റ്. ഓക്കെ. അന്നദാനമൊക്കെ വളരെയധികം വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. ഞാൻ അതിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ മാറി വരികയായിരുന്നു. പോട്ടെ, സാരമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ശരിക്കും പറഞ്ഞാൽ.
അതേക്കുറിച്ച് ഇനി വിവരിക്കണ്ട, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ എനിക്കത് അവിടുത്തെ ഓരോ മുഖങ്ങൾ ഓർമ്മ വരും. അത് വേണ്ട, ക്ലോസ് ചെയ്തോട്ടോ, കൊതുക് കയറുന്നുണ്ട്. അയ്യോ, എന്നെ കടിക്കാൻ പറഞ്ഞു. ഈ കൊതുകുകളൊക്കെ നമ്മൾ വീട് തുറന്നിടാൻ വേണ്ടി നോക്കിയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇങ്ങോട്ട് ചാടിക്കറാൻ നീ എന്നെ കടിച്ചെടുക്കണം. ആ സാധനം കുത്തി വെച്ചില്ലേ? രണ്ടെണ്ണം. ഒരെണ്ണം. അമ്മ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ കൊതുകിൽ നിന്ന് രക്ഷിക്കണേ. നല്ല കൊതുകാണേ, എന്തോ ചെയ്യാനപ്പോ? നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കും ജീവിക്കണ്ടേ. അതും ഒരു ഭഗവാന്റെ ഒരു ജീവാത്മാവല്ലേ. നമ്മളും ഏതോ ജന്മത്തിലൊക്കെ കൊതുകായിട്ടുണ്ടാവും, അല്ലേ? അതാണ്. ഞാൻ പോയി വന്ന് കണ്ടോ, ഞാൻ പോയി അന്ന് ഏകാദശിയുടെ സമയത്ത് പോയി വന്നല്ലോ ഗുരുവായൂര്. നമ്മളിനി ഏതാ അധ്യായം എടുക്കണേ? ആർക്കെല്ലാം ഓർമ്മ ഉണ്ടോ? നോക്കട്ടെ. മറന്നു പോയല്ലോ മാതാജി, അതായിരിക്കും പറയാൻ പോണേ. സാരല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. മാക്സിമം നമുക്ക് ഇന്ന് കഥകൾ ഒഴിവാക്കിയിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം, അല്ലേ? ഗുരുവായൂർ മഞ്ചരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342494941. ഗുരുവായൂർ മഞ്ചരീസിലൂടെ രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഗാനമഞ്ചരി, പിന്നീട് പ്രഭാതമഞ്ചരി, പിന്നെ ആഴ്ചകളിൽ ഏതെങ്കിലും ഒരു ദിവസമായിട്ട് ജ്ഞാനമഞ്ചരി, ക്ഷേത്രമഞ്ചരി, ഗുരുമഞ്ചരി, ദേവമഞ്ചരി, അങ്ങനെ വിവിധ തരത്തിലുള്ള മഞ്ചരികളുണ്ട്. ഇതൊക്കെ എന്ത് മഞ്ചരികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഭാതമഞ്ചരി എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ്. ഒരിക്കലും നമ്മൾ എന്താ ചെയ്യുന്നത്, ഓഡിയോസ് ആയിട്ട് ഇടാറില്ല, റൈറ്റപ്സ് ആണ്. നിങ്ങൾക്ക് സമയം പോലെ വായനാശീലം വളർത്താൻ വേണ്ടി കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് തരാണ്. ഓക്കെ, നല്ലോണം ഇരുന്ന് വായിക്കട്ടെ എന്ന് ഓർത്തിട്ട് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് മുന്നോട്ടേക്ക്, എന്താ പറയുക, ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഭാതമഞ്ചരി ദിവസവും, അതിൻ്റെ കൂടെ നമ്മൾ അന്നത്തെ ദിവസം, നാള് ഏതാണ് ദിവസം, അങ്ങനെയുള്ള ഒരു ചെറിയൊരു സംഭവത്തോടു കൂടിയാണ് നമ്മൾ പ്രഭാതമഞ്ചരി ഇടുന്നത്. പിന്നെ ഗുരുമഞ്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 7 8 9 കഴിഞ്ഞമ്മ. ഗുരുമഞ്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ഗുരുക്കന്മാരുള്ള ഒരു മണ്ണാണ് നമ്മുടെ ഭാരത മണ്ണ്, അല്ലെ? ശ്രേഷ്ഠമായിരിക്കുന്നതും അല്ലാത്തതുമായ നിരവധി ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ശ്രേഷ്ഠമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് അറിയപ്പെടാത്തത്. നമ്മളെല്ലാ ഗുരുക്കന്മാരെയും നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതം. ആയിരുന്നു, ഇപ്പോഴും ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു അറിവ്, അതാണ് ഗുരുമഞ്ചരി. ജ്ഞാനമഞ്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ പ്രസാദം കിട്ടിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഭസ്മാഭിഷേകം ചെയ്യുന്നത്, ദേവിക്ക് നമ്മൾ എന്തിനാ ഇന്ന വഴിപാട് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട്, അല്ലേ? ഇനി വീട്ടിലെ സംബന്ധമാണെങ്കിൽ വീട്ടിൽ ഇന്ന ദിവസം എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ പൊലകുളിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ, നമുക്ക് അശുദ്ധി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് അറിവുകൾ ഹൈന്ദവത്തിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകളെയാണ് ജ്ഞാനമഞ്ചരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ഷേത്രമഞ്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം. പിന്നെ ഉച്ചപൂജ അലങ്കാരത്തോടൊപ്പം തന്നെ നമ്മൾ ഒരു ഭക്തമഞ്ചരി കൊടുക്കുന്നുണ്ട്. ഭഗവാനുമായിട്ട് അടുക്കാൻ നമുക്കൊരു കുഞ്ഞു കഥകൾ, അങ്ങനെയുള്ള ഭക്തമഞ്ചരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ക്ഷേത്രമഞ്ചരി, ജ്ഞാനമഞ്ചരി, ദേവമഞ്ചരി, ഗുരുമഞ്ചരി, ഭക്തമഞ്ചരി. ഇനി എന്ത് മഞ്ചരിയാണ് ഉള്ളത്? മൂകാംബിക മഞ്ചരി. അത് മൂകാംബിക മഞ്ചരി എന്ന് പറഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു അറിവ്. അങ്ങനെ നിരവധി മഞ്ചരികൾ നമുക്ക് ദിവസം തോറും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. എല്ലാം എഴുതിയാണ് ഇടുന്നത്, ഒന്നും ഓഡിയോ അല്ല. വൈകുന്നേരം രാവിലെ കൃത്യമായിട്ട് 6 മണിക്ക് ഒരു ഗാനമഞ്ചരി വരും. അത് വന്നിട്ട് ഒരു നല്ല ഭക്തിഗാനമാണ്. ഇങ്ങനെ പിന്നെ നമ്മുടെ ഏകാദശി, പ്രദോഷം, ഷഷ്ടി, സങ്കടഹര ചതുർത്ഥി, അതൊക്കെ ഇനിയിപ്പോൾ ഇട്ടുതരാം. സങ്കടഹര ചതുർത്ഥി ഇട്ടുതരാം. അങ്ങനെ അതെങ്ങനെയാണ് എടുക്കേണ്ടത്, അത് എടുത്താലുള്ള ഗുണം എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച്
സമ്പന്നമാണ് നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ ഗ്രൂപ്പാണ്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്പർ വളരെ പ്രൈവസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സ്ത്രീകൾക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ആഡ് ആവണമെങ്കിൽ മറ്റൊരു ഫോർമാലിറ്റീസും ഇല്ല. ദയവായി ഗുരുവായൂർ മഞ്ജരീസിൻ്റെ 93 42 49 49 41 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് തരാം. നിങ്ങളുടെ പേര്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് കാണുന്നത്, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിലൂടെയാണ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ട് തരിക. ഉറപ്പായി നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അത് കഴിയുമ്പം മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ, ഇനിയിപ്പോൾ തിരക്ക് കാര്യങ്ങൾ, മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തുണ്ടെങ്കിലും ഗുരുവായൂർ വാർത്താ വിശേഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരിലേക്കും അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മഞ്ജരീസിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അന്നദാനങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവ് ഇട്ടാണ് ചെയ്യാറ്. അത് എന്താ പറയുക, നമ്മൾക്ക് ഒരു സന്തോഷം, നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ഒരുമിച്ച് അത് പങ്കുവെക്കുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് വിശക്കുന്ന പാവങ്ങൾക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നു, മരുന്ന്, വസ്ത്രം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ടാവുന്ന പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു വലിയ എന്താ പറയുക, വലിയ ഫണ്ടൊക്കെ ഉള്ള ഒരു ട്രസ്റ്റ് ഒന്നുമല്ല. നമ്മളെ കൊണ്ടാവുന്ന പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾക്ക് ഇപ്പോൾ വലിയ ഫണ്ട് ശേഖരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ പാവങ്ങളിലേക്ക് അന്നവസ്ത്രാദികൾ എത്തിക്കുക, അവർ ഒരു എന്താ പറയുക, ഒരു സമാധാനമായിട്ട് ഇപ്പോൾ ഉള്ള പ്രയാസങ്ങളിൽ നിന്ന് അവരൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ഇത് മാത്രമാണ് മഞ്ജരീസിൻ്റെ ലക്ഷ്യം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലായിട്ട് കുട്ടികൾക്ക് 2-3 ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഒരുമിച്ച് അവർക്ക് വൈകാതെ എടുത്തു കൊടുക്കും. അങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ വേമ്പിളിയമ്മൻ കോവിലുള്ള പൂജയൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഐശ്വര്യങ്ങളെല്ലാം ഭഗവാൻ അനുഗ്രഹിച്ച് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ മാറ്റിത്തരട്ടെ. ഏകാദശിയൊക്കെ എടുക്കുക, എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഗുരുവായൂരപ്പൻ ഉണ്ട്. ഓക്കെ, ഒന്നിനും പതറരുത്, ടെൻഷൻ അടിക്കരുത്, സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുക. പ്രയാസങ്ങളെല്ലാം മാറുന്ന ഒരു ദിവസം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നവമോധ്യായ എന്നാണ്. നവമോധ്യായം എന്താണ്? 9ാമത്തെ അധ്യായത്തിൽ ദേവി മഹാത്മ്യത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓൾമോസ്റ്റ് ദേവി മഹാത്മ്യം കഴിയാറായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓക്കെ, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാരായണീയം, ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെയാണ് ഞാൻ അർത്ഥസഹിതം എടുത്തു തരാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ എങ്ങനെ ചൊല്ലണം, എന്താണ് അതിൻ്റെ അർത്ഥം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നവമോധ്യായം 9ാമത്തെ അധ്യായം കേൾക്കുക. ബന്ധൂഘാ കാഞ്ചന നിബം രുചിരാക്ഷമാലാം പാശാങ്കുശ വരധാം നിജ ബാഹുദണ്ഡേ ബിഭ്രാണമിന്ദു ശകലാഭരണം ത്രിനേത്രം അർദ്ധാംബികേശനിശം വപുരാശ്രയാമി. തീർച്ചയായിട്ടും ഉദയാസ്തമന പൂജ പറഞ്ഞുതരാം. അതായത് ഉച്ചമലരി, സ്വർണം, ഇതിൻ്റെയൊക്കെ നിറമുള്ള, അതായത് വെളുപ്പ് കലർന്ന ഒരു ചുവപ്പാണ് അല്ലേ, അങ്ങനെയുള്ള നിറത്തോടു കൂടിയ, കൈകളിൽ അക്ഷമാല, കയറ്, അങ്കുശം, വരദമുദ്ര ഇതൊക്കെ ധരിച്ച ചന്ദ്രകല ആഭരണമായിട്ടുള്ള 3 കണ്ണുകളുള്ള അർദ്ധാംബികേശന്റെ രൂപത്തെ എന്നും നമ്മൾ ആശ്രയിക്കുന്നു എന്നാണ്. രാജോവാച, രാജാവ് പറഞ്ഞു, വിചിത്രമിതമാഖ്യാതം ഭഗവാൻ ഭവതാ മമ ദേവാശ്ചരിതമാഹാത്മ്യം രക്തബീജവധാശ്രിതം എന്ന് വെച്ചാല് രക്തബീജന്റെ വധത്തെ സംബന്ധിച്ചുള്ള ദേവിയുടെ ആശ്ചര്യകരമായിരിക്കുന്ന ഈ ചരിത്രമാഹാത്മ്യം, അതായത് ദേവി മഹാത്മ്യം. രക്തബീജ നിഗ്രഹമാണല്ലോ ഇതിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ചണ്ടമുണ്ടനെയും ശുംഭനെ രക്തബീജനെയൊക്കെ വധിച്ച ആ ഒരു ചരിത്രത്തിന്റെ മാഹാത്മ്യത്തെയാണ് നമ്മൾ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്, അമ്മയുടെ മഹാത്മ്യം. ഈ ഒരു മഹാത്മ്യം ഹേ ഭഗവാൻ അങ്ങ് എന്നോട് പറഞ്ഞല്ലോ എന്നാണ് രാജാവ് പറയുന്നത്. ബ്രൂയച്ചേച്ചാമ്യഹം ശ്രോതും രക്തബീജേ നിപാതിതേ ശകാരശുംഭോ യത് കർമ്മ നിശുംഭച്ഛാദി ഗോപനേ.
രക്തബീജൻ കൊല്ലപ്പെട്ടപ്പോ ദേവിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടപ്പോ അതികോപിതനായിരിക്കുന്ന ശുംഭനും നിശുംഭനും ഭയങ്കര ദേഷ്യം വന്നു രക്തബീജൻ മരിച്ചപ്പോ. അപ്പൊ എന്ത് ചെയ്ത് അത് പിന്നീട് രക്തബീജൻ മരിച്ചതിന് ശേഷം ഈ ശുംഭനും നിശുംഭനും എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അത് അറിയാൻ നമ്മളെ പോലെ രാജാവിനും ആഗ്രഹമുണ്ട് എന്ന് പറയാണ്. ഋഷി പറഞ്ഞു കൊടുക്കാണ്. ചകാര കോപമതുലം രക്തബീജേ നിബാധിതേ ശുംഭാസുരാ നിശുംഭ ഹതേശ്വന്യേഷു ചാഹവേ എന്ന് വെച്ചാല് രക്തബീജനും മറ്റ് അസുരന്മാരൊക്കെ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ശുംഭനും നിശുംഭനും ഭയങ്കര ദേഷ്യം വന്നു, സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നു. ഹന്യമാനാ മഹാസൈന്യം വിലോകാമർഷ്യദ്വഹാൻ അഭ്യാധാവത നിശോംഭദ്ദ മുഖ്യയാ സുരസേനയാ. ആ മഹാസൈന്യം മുഴുവൻ കൊല്ലപ്പെടുകയാണ്. കോടാനുകോടി സൈന്യങ്ങളുണ്ട്. ഈ സൈന്യങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെടുന്നത് കണ്ടപ്പോ ദേഷ്യം വന്ന നിശുംഭൻ എന്ത് ചെയ്തു? ഒരു പ്രധാനപ്പെട്ട സേനയോടുകൂടി ദേവിയുടെ നേരെ അങ്ങ് പാഞ്ഞെടുക്കുകയാണ്. വലിയൊരു സേനയും കൊണ്ട് ദേവിയുടെ നേരെ യുദ്ധത്തിന് പോവാണ്. തസ്യാഗ്രതസ്തദാ പൃഷ്ഠേ പാർശ്വയോജ്ഞമഹാസുരാ സതംഷ്ടൗ പുടാകൃന്ധാ ഹന്തും ദേവീമുപായയൗ. ആ അസുരന്റെ മുൻപിലും പിന്നിലുമായിട്ട് വശങ്ങളിലൊക്കെ ആയിട്ട് മഹാ അസുരന്മാരിങ്ങനെ ദേഷ്യം കൊണ്ട് ചുണ്ട് കടിച്ച് പല്ല് കടിച്ചുകൊണ്ട് ദേവിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു ചെല്ലുക. ആ ജഘാമാ മഹാവീര്യ ശുംഭോബി സ്വബലൈർവൃതാ നിഹന്തും ചണ്ഡികാം കോപാത് കൃത്വാ യുദ്ധം തുമാതൃഭി. മഹാവീര്യനായിരിക്കുന്ന ശുംഭാസുരനും മാതൃഗണങ്ങളോട് യുദ്ധം ചെയ്തതിന് ശേഷം, സപ്തമാതാക്കളോട് യുദ്ധം ചെയ്തതിന് ശേഷം ചണ്ഡികയെ കൊല്ലാനുള്ള ദേഷ്യത്തോടുകൂടി എന്താ ചെയ്തത്? തന്റെ സൈന്യത്തോടുകൂടി നിശുംഭനും മുന്നോട്ട് വന്നു. ശുംഭനും വന്നു, നിശുംഭനും വന്നു. തഥോ യുദ്ധമതീവാസിദ്ദേവ്യോ ശുംഭനിശുംഭയോ ശരവർഷമതീവോഘ്രം മേഘയോരിവാ വർഷധോ. അങ്ങനെ വർഷിക്കുന്ന രണ്ട് മേഘങ്ങളെ പോലെ, മഴ പെയ്യുന്ന മേഘങ്ങളെ പോലെ അതിഭയങ്കരമായി കേട്ട് എന്താ ചെയ്യുന്നത്? ശരവർഷം. ഈ ശരങ്ങളെ കൊണ്ട് ഇങ്ങനെ മഴ പോലെ അയാൾ പെയ്യിക്കുകയാണ്. എന്നിട്ടോ ശുംഭനിശുംഭന്മാരും അവരും ചേർന്നിട്ട് ഭയങ്കരമായി ദേവിയുടെ അടുത്ത് അവര് ഭയങ്കരമായി യുദ്ധം നടത്തി. ചിച്ഛേദാംസ്താചരാസ്താഭ്യം ചണ്ഡിക സ്വശരോത്കരേ താഢയാമാസ ചങ്കേഷു ശസ്ത്രൈകരൈ സുരേശ്വരേ. ചണ്ഡികാദേവി ആ രണ്ട് അസുരന്മാരും അയച്ച ശരങ്ങളെ സ്വന്തം ശരം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ചണ്ഡികാദേവി അവരയച്ച ആ ഒരു ശരങ്ങളെയെല്ലാം, ശരമേഘ വർഷമായിരുന്നു, മഴ പെയ്യുന്നത് പോലെ അയച്ച ആ ശരങ്ങളെയെല്ലാം ചണ്ഡികാദേവി സ്വന്തം അമ്പ് കൊണ്ട് അങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് അവരുടെ അംഗങ്ങളിൽ എന്നിട്ട് അവരുടെ ആ കൂട്ടം ഉണ്ടല്ലോ, ഈ അസുരന്മാരുടെ കൂട്ടത്തില് ദേവി അങ്ങോട്ട് മഴ പോലെ അങ്ങോട്ട് പെയ്യിച്ചു കളഞ്ഞു. ശരം അമ്പ് ഇങ്ങനെ മഴ പോലെ ദേവി അവരെ കൂട്ടത്തിലേക്ക് ഇട്ടു. നിശുംഭോ നിശിതം ഗഡ്ഗം ചർമ്മചാധായ സുപ്രഭം അദാഢയാൻ മൂർധനീ സിംഹം ദേവ്യോ വാഹനമുത്തമം. നിശുംഭൻ എന്ത് ചെയ്ത്? ഒരു മൂർച്ചയുള്ള വാളും പരിചയൊക്കെ എടുത്തുകൊണ്ട് ദേവിയുടെ ഉത്തമ വാഹനമായിരിക്കുന്ന സിംഹത്തിന്റെ തലയിൽ ഒരൊറ്റ വെട്ടുവെട്ടി നിശുംഭൻ. താടിതേ വാഹനേ ദേവി ക്ഷുരപ്രേണാധിസിമുത്തമം നിശുംഭസ്യാശുചിച്ഛേദ ചർമ്മചാപ്യഷ്ടചന്ദ്രഘാം. വാഹനത്തിന്, അതായത് ദേവിയുടെ ആ സിംഹത്തിന് വെട്ടുകൊണ്ടപ്പം ദേവി എന്ത് ചെയ്ത്? ഒരു കത്തി പോലത്തെ ഒരു അമ്പെടുത്തിട്ട് നിശുംഭന്റെ ആ ശ്രേഷ്ഠമായിരിക്കുന്ന അയാളുടെ കയ്യിലുള്ള ആ വാളും 8 ചന്ദ്രക്കല പതിച്ചിരിക്കുന്ന പരിചയും ഒരൊറ്റ വെട്ടിന് ദേവി അരിഞ്ഞു വീഴ്ത്തി കളഞ്ഞു. ഈ സിംഹത്തിന്റെ തലയിൽ വെട്ടുകൊണ്ടത് കണ്ടപ്പോ ചിന്നേ ചർമ്മണി ഗഡ്ഗേജ ശക്തിം ചിക്ഷേപസ്സോസുരാ താമപസ്യാ ദ്വിതാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. വാളും പരിചയൊക്കെ മുറിഞ്ഞു പോയപ്പോ നിശുംഭാസുരൻ എന്ത് ചെയ്തു? ദേവിയുടെ നേർക്ക് ഒരു വേല് കൊണ്ട് എറിഞ്ഞു. ദേവിയുടെ നേരെ ആ ദേവിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന വേല് കണ്ടപ്പോ ദേവി എന്ത് ചെയ്ത്? ദേവിയുടെ ചക്രം കൊണ്ട് ആ വേലിനെ അങ്ങ് എന്ത് ചെയ്തു? 2 കഷ്ണാക്കി കളഞ്ഞു. കോപാത്മാധോ നിശുംബോധശൂലം ജഗ്രാഹദാനവ ആയാന്തം മുഷ്ടിപാദേന ദേവി തച്ചാഭ്യച്ചൂർണയാത്. ദേഷ്യം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുന്ന നിശുംബൻ അത് കണ്ടപ്പോ ഒരു ശൂലം എടുത്ത് ദേവിയുടെ നേർക്കെറിഞ്ഞു.
ആ ശൂലത്തിനെയും ദേവി അങ്ങ് പൊടിപൊടിയാക്കി കളഞ്ഞു. ആ വിദ്യാധാഗതാം സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാവിദേവ്യാ ത്രിശൂലേന ഭിന്നാഭമസ്ത്വമാഗത. നിശുംബൻ എന്ത് ചെയ്ത്? അപ്പൊ ഒരു ഗദയെടുത്ത്, അയാൾ ഓരോരോ ആയുധങ്ങളായിട്ട് അമ്മയുടെ നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗദയെടുത്തിട്ട് ദേവിയുടെ നേർക്ക് എറിഞ്ഞ്. ദേവി അതിനെയും ഇല്ലാണ്ടാക്കി കളഞ്ഞു. എന്തായുധം വെച്ചിട്ട്? ത്രിശൂലം വെച്ചിട്ട്. അമ്മയുടെ കയ്യിലുള്ള ത്രിശൂലം കൊണ്ട് ദേവി ആ ഗദയും നശിപ്പിച്ചു കളഞ്ഞു. തതപരശുഹസ്തം താമയന്താം ദൈത്യപുംഗവം ആഹത്യ ദേവി ബാണൗഘൈരപാധയത ഭൂതലേ. പിന്നീട് മുഴുവനും കയ്യിലേന്തി ആഞ്ഞടുക്കുന്ന, എല്ലാം കൂടി കയ്യിലെടുത്തിട്ട് ആഞ്ഞടിക്കുന്ന നിശുംഭാസുരനെ ദേവി എന്താ ചെയ്തത്? കുറേ ബാണങ്ങൾ അയച്ചിട്ട് ദേവി അവിടെ ഭൂമിയിൽ ഇട്ടേച്ചു. കിടക്കട അവിടെ എന്ന് പറഞ്ഞു. തസ്മിന്ന പതിതേ ഭൂമൗ നിശുംബേ ഭീമവിക്രമേ ബാധര്യദീവ സംകൃതേ പ്രയയൗ യോധുമംബികാം. അങ്ങനെ പരാക്രമിയായിരിക്കുന്ന നിശുംബൻ എന്ന സഹോദരൻ വീണുപോയപ്പോ ശുംഭാസുരന് ഭയങ്കര ദേഷ്യം വന്നു. അംബികയുമായിട്ട് ശുംഭാസുരൻ എന്ത് ചെയ്ത്? സഹോദരൻ അടിച്ച് താഴെ ഇട്ടത് കണ്ടപ്പം ശുംഭാസുരൻ ദേവിയോട് യുദ്ധം ചെയ്യാൻ വന്നു. സ രഥസ്തസ്തഥാ തുച്ഛൈർ ഗൃഹീത പരമായുധേ ഭൂജൈരാഷ്ടിബിരതുല്യൈർ വ്യാപാശേഷം ബഭൗ നഭ. രഥത്തിൽ കയറിയിരിക്കുന്ന ശുംഭാസുരൻ എന്ത് ചെയ്ത്? ശ്രേഷ്ഠമായിരിക്കുന്ന ആയുധങ്ങൾ ധരിച്ച, അതുല്യമായിരിക്കുന്ന, അത്യുന്നതമായിരിക്കുന്ന 8 കൈകൾ കൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞങ്ങ് ശോഭിച്ചു നിൽക്കുക ഇയാള് രഥത്തിൽ കയറിയിരുന്നിട്ട്. താമായാന്തം സമാലോക്യ ദേവി ശംഖമവാദയാ ജ്യാ ശബ്ദം ചാപി ധനുശ്ചാഖരാദീവ ദുസ്സഹം. രുക്മാമാതാജി എവിടെ എത്തി? അങ്ങനെ അവൻ വരുന്നത് കണ്ടപ്പോ ദേവി എന്ത് ചെയ്ത്? ശംഖ് വിളിക്കാനും ദുസ്സഹമായിരിക്കുന്ന ഒരു ഞാണൊലി, ഇങ്ങനെയുള്ള ഒരു ഞാണൊലി പുറപ്പെടുവിക്കാനും ദേവി തുടങ്ങി. പൂരയാമാസ ഖഗുബോ നിജഗണ്ഡാസ്വനേന ച സമസ്ത ദൈത്യാ സൈന്യാനാം തേജോപദ വിധായിന. ദേവി തൻ്റെ വലിയൊരു മണിയെടുത്തിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് ദിക്കുകളെ മുഴുവൻ അങ്ങ് വിറപ്പിച്ചു കളഞ്ഞു. ആ ശബ്ദം ശത്രുക്കളുടെ തേജസ് അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. ദേവിയുടെ ആ കയ്യിലുള്ള മണിയുടെ ശബ്ദം ശത്രുക്കളുടെ തേജസ്സേ ഇല്ലാണ്ടാക്കി കളഞ്ഞു. തതസിംഹോ മഹാനാഥൈസ്ത്യജിതേ മഹാമഹേ പുരയാമാസ ഗഗനം ഘാം തതോപദിശോ ദശ. പിന്നീട് ദേവിയുടെ ആ ഒരു വാഹനമായിരിക്കുന്ന സിംഹം ആനകളുടെ മതം നശിപ്പിക്കാൻ, ഇവരുടെ കയ്യിലൊക്കെ ആനയുണ്ടല്ലോ, ഈ ആനകളുടെ ഒക്കെ മതം നശിപ്പിക്കുന്ന രീതിയിലുള്ള അലർച്ച കൊണ്ട് ആകാശവും ഭൂമിയും 10 ദിക്കുകളും അങ്ങ് ദേവിയുടെ സിംഹത്തിന്റെ ശബ്ദം അങ്ങ് ഉയർന്നു വന്നു. തതക്കാളീ സമുത്പത്യാ ഗഗനം ക്ഷമാമധാടയാ കാരാഭ്യം തന്നിനാഥേന പ്രാക്സ്വനേനാസ്തേ തിരോഹിത. കാളി ആകാശത്തേക്ക് അങ്ങ് കുതിച്ചു ചാടി ഭഗവതി. എന്നിട്ട് തറയിൽ ഒരൊറ്റ അടി, ആകാശത്തേക്ക് കുതിച്ചു ചാടിയിട്ട് തറയിൽ ഒരൊറ്റ അടി അടിച്ചു. ആ ശബ്ദം ഭയങ്കരമായ ശബ്ദമായിരുന്നു. എല്ലാ ശബ്ദത്തെക്കാളും മുകളിലായിരുന്നു ദേവിയുടെ ആ ശബ്ദം. ടേക്ക് റെസ്റ്റ് അമ്മ. അട്ടാട്ടഹാസാമശിവം ശിവധൂതി ചകാരഹ തൈ ശബ്ദൈരസുരാസ്ത്രേസു ശുംഭകോപം പരം യയൗ. ശിവധൂതി അതായത് ഭഗവതി ശത്രുക്കൾക്ക് വിന വരുത്തിയ, നാശം വരുത്തിയ രീതിയിലുള്ള വലിയ അട്ടഹാസമുണ്ടാക്കി. ആ ശബ്ദം കേട്ട് അസുരന്മാര് വിറക്കാൻ തുടങ്ങി. ദേവിയുടെ ശബ്ദം കേട്ടിട്ട് ശുംഭാസുരന് ഭയങ്കര ദേഷ്യ വന്നത് ദേവിയുടെ ശബ്ദം കേട്ടപ്പം. ദുരാത്മാം തിസിഷ്ടാതിഷ്ഠേതി വ്യാജഹാരാംബികാം യഥാ തഥാ ജയേദ്യാഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈ. ഹേ ദുരാത്മാവേ, നിൽക്കവിടെ, നിൽക്ക് എന്ന് ദേവി അങ്ങ് വിളിച്ചു പറഞ്ഞു. ആരോട്? ഈ ശുംഭാസുരനോട്. ദുരാത്മാവേ, നിക്കടാ അവിടെ എന്ന് പറഞ്ഞു. ആകാശത്തിൽ നിന്ന് ദേവന്മാരാണെങ്കിലോ ജയ 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 ദേവി എന്ന് പറഞ്ഞ് ദേവിക്ക് ഇങ്ങനെ ജയം കൊടുത്തുകൊണ്ട് ജയവിളി ഇങ്ങനെ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുംഭേനാഘാദിയാ ശക്തി മുക്ത ജ്വാലാതിഭീഷണ
ആയാന്തി വഹനീകൂഢാഭാസാ നിരാസ്തദാ മഹോൽഖയാ. ശുംഭാസുരൻ കത്തിക്കാളുന്ന അതിഭയങ്കരമായിരിക്കുന്ന ഒരു വേല് എറിഞ്ഞു. ആ വേലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ആ വേലെടുത്തിട്ട് ശുംഭാസുരൻ ഒരൊറ്റ എറിഞ്ഞു ദേവിയുടെ നേർക്ക്. അഗ്നികൂടം പോലെ ജ്വലിച്ചു വന്ന അതിനെ ദേവി എന്ത് ചെയ്തു? മഹോൽക്ക എന്ന് പറയുന്ന ഒരു ആയുധം കൊണ്ട് അങ്ങ് ഇല്ലാണ്ടാക്കി, ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി കളഞ്ഞു. സിംഹനാഥേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഗാധാനീ സ്വനോ ഘോരോ ജിതവാനാവനീപതേ. ഹേ രാജാവേ, ശുംഭന്റെ സിംഹനാദം 3 ലോകങ്ങളെയും നിറച്ചു. ശുംഭന്റെ സിംഹത്തിന്റെ ആ ഒരു നാദം, ശബ്ദം 3 ലോകങ്ങളും ത്രിലോകങ്ങളും നിറച്ചു. ആ ഘോരമായ ശബ്ദം ഇടിമുഴക്കത്തെ പോലും ജയിച്ചു എന്നാ പറയണത്. അത്രയും ശബ്ദമാണ്. ശുംഭമുക്താൻ ശരാൻ ദേവി ശുഭംസ്തത്പ്രഹിതാധാൻ ശരാൻ ചിച്ചേത സ്വശൈരൈരുഗ്രേ ശതശോധ സഹസ്രശ. ശുംഭൻ അയച്ച ഒരു 100,000 കണക്കിനുള്ള ശരങ്ങളെ ദേവി എന്ത് ചെയ്തു? അതേപോലെ തന്നെ ദേവിയുടെ ശരങ്ങൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ശുംഭാസുരൻ അയച്ച എല്ലാ ശരങ്ങളെയും ദേവി നശിപ്പിച്ചു കളഞ്ഞു. വലിയ യുദ്ധമാണ് കേട്ടോ നടക്കുന്നത്, ആലോചിച്ചു നോക്കണം. തതസ്സാ ചണ്ഡികാ ക്രുദ്ധ്വാ ശൂലേനാഭിജഗാനതം സതദാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപ്പാദഃ. ഇപ്പോ ഒരു കാര്യം പറയുന്ന ഇടയ്ക്ക് നിങ്ങൾ വിചാരിക്കും പിന്നെ കേൾക്കാം, കുഴപ്പമില്ല. അങ്ങനെയല്ല, ഇപ്പോൾ ലൈവിലുണ്ടെങ്കിൽ ഇപ്പം കേൾക്കാം. കാരണം ഇത് നമ്മൾ നേരിട്ട് കേൾക്കുന്നതാണ്, മനസ്സിലായില്ലേ? റെക്കോർഡല്ല, നേരിട്ട് കേൾക്കുന്നതാണ്. അതിനൊരു പ്രത്യേക ചൈതന്യം ഉണ്ടാവും. അതും കിച്ചൂട്ടൻ്റെ രാധാറാണിയുടെ മുമ്പിൽ വെച്ചിട്ട് ചൊവ്വാഴ്ച ദിവസം മകരമാസത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവതിയുടെ ഈ ഒരു കാരുണ്യം കൊണ്ട് പറയാനും കേൾക്കാനും സാധിക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് കേൾക്കുക. കേൾക്കുന്നത് ദേവി മഹാത്മ്യമാണ്. അതിന് കോടി 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 ജന്മങ്ങളുടെ പുണ്യം വേണം. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കണ്ണൻ പറഞ്ഞതുപോലെ എല്ലാവരും ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. അങ്ങനെ ചണ്ഡികാദേവി ഭയങ്കരം ദേഷ്യം കൊണ്ട് ശൂലം കൊണ്ട് ശുംഭാസുരൻ ഒരു കുത്തു കൊടുത്തു. ആ കുത്തേറ്റ് ബോധം പോയിട്ട് ശുംഭാസുരൻ എന്തായി? ഭൂമിയിൽ അങ്ങ് വീണുപോയി. തതോ നിശുംഭ സംപ്രാഭ്യേ ചേതനാർവൃത്തക്കാമുഖ കാർമുഖ ആ ജഗാന ശരേർദേവീം കാളീം കേസരിണം തഥാ. അങ്ങനെ നിശുംഭൻ മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അമ്പും വില്ലും എടുത്ത് വീണ്ടും ദേവീനെയും ദേവിയുടെ ആ സിംഹത്തെയും ആക്രമിക്കാൻ വരികയാണ്. അയാളുടെ അഹങ്കാരം അടയുന്നില്ല, തീരുന്നില്ല. പുനശ്ചകൃത്വാ ബാഹൂനാമയുധാം ധനുജേശ്വര ചക്രായുധേന ദിതി ജാഥയാമാസ ചണ്ഡികാം. ദ്വിതീയുടെ പുത്രനും ധനജേശ്വരനുമായിരിക്കുന്ന നിശുംഭൻ എന്താ ചെയ്തത്? 10,000 കൈകൾ ഉണ്ടാക്കിയിട്ട് 10,000 ചക്രങ്ങൾ കൊണ്ട് ദേവീനെ മൂടാൻ നോക്കി. അയാൾ 10,000 കൈകൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് ആ 10,000 ചക്രം അയാളെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ആ ചക്രങ്ങളെല്ലാം കൊണ്ട് ദേവീനെ മൂടാൻ നോക്കി. തതോ ഭഗവതി ക്രുദ്ധ്വാ ദുർഗാ ദുർഗാർത്തിനാശിനി ചിചേതാനി ചക്രാണി സ്വശൈരസായ കാംശതാൻ. കഠിനമായിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം അകറ്റുന്ന, നമ്മുടെ എല്ലാവരുടെയും ഭൗതികമായിരിക്കുന്ന സഹിക്കാൻ പറ്റുന്ന ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ആ ദുർഗാദേവി, ആ ഭഗവതി ദേഷ്യത്തോടെ ആ ബാണങ്ങൾ കൊണ്ട്, അമ്മയുടെ ബാണങ്ങൾ കൊണ്ട് ആ ചക്രങ്ങളെ ശരങ്ങളെ എല്ലാം മുറിച്ചിട്ട് 10,000 അല്ല, നീ 10,000 കോടി അയച്ചാലും ഭഗവതി എന്ത് ചെയ്യും? എല്ലാം ഇല്ലാതാക്കി കളയും. തതോ നിശുംഭോ വേഗേന ഗദാമാദായ ചണ്ഡികാം അഭ്യദാവാദ വൈഹന്തും ദൈത്യസേനാ സമാവൃത. അപ്പോ നിശുംഭൻ എന്താ ചെയ്തത്? ഒരു ഗദയും എടുത്തിട്ട് സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവനായി ദേവിയെ കൊല്ലാൻ വേണ്ടി വീണ്ടും പോവാണ്. തീർച്ചയായിട്ടും മാതാജി, നിങ്ങൾക്ക് കേൾക്കാൻ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എനിക്ക് പറയാൻ അമ്മ അവസരം തന്നത്. സത്യമായിട്ട് ഗുരുവായൂരപ്പനാണ്. ഇത്രയും ജനങ്ങൾ കേൾക്കാൻ ഭഗവതി ആഗ്രഹിച്ച് ഭഗവതി നിങ്ങൾക്കെല്ലാം അനുഗ്രഹം തന്നപ്പോൾ അമ്മയുടെ ഒരു സേവനം ചെയ്യാൻ എനിക്ക് അവസരം തന്നു, അനുഗ്രഹം തന്നു. അത്രേ ഉള്ളൂ. നിങ്ങളാണ് പുണ്യം ചെയ്തവർ. അല്ലെങ്കിൽ അമ്മ സരസ്വതി ഭഗവതിയാണ്. അമ്മയുടെ അനുഗ്രഹം ഇല്ലേ എനിക്കിതൊരിക്കലും വായിക്കാൻ പറ്റൂല, അല്ലേ? അമ്മയുടെ അനുവാദം ഇല്ലെങ്കിൽ നമുക്കിത് വായിക്കാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. അമ്മ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യൂ, ഇതൊക്കെ കേൾക്കാനിരിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യൂ എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അത് അമ്മയുടെ സമക്ഷം, നിങ്ങളുടെ സമക്ഷം ഞാൻ പൂർണ്ണമാക്കുന്നു. അത്രയേ ഉള്ളൂ.
അങ്ങനെ നിശുംബൻ അടങ്ങുന്നില്ല. വീണ്ടും നിശുംബൻ എന്താ ചെയ്യുന്നത്? ഭഗവതിയെ കൊല്ലാൻ ചെല്ലാണ് ഗദയെടുത്തിട്ട്. തസ്യാപതത ഏവാശുഗതാം ചിച്ഛേദ ചണ്ഡിക ഗഡ്ഗേന ശിത ധാരേണ സച ശൂലം സമാധതേ. അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ചണ്ഡിക എന്ത് ചെയ്തു? അവനിങ്ങനെ അടുത്തിങ്ങനെ വരികയാണ്. അപ്പൊ ചണ്ഡികാദേവി എന്ത് മൂർച്ചയുള്ള ഒരു വാളെടുത്തിട്ട് അവന്റെ ഗദയെ അങ്ങ് മുറിച്ചു കളഞ്ഞു. അപ്പൊ അവൻ എന്താ ചെയ്തത്? വീണ്ടും അയാൾ ശൂലം എടുത്തു. ഇയാൾ വെറുതെ ഇരിക്കുന്നില്ല, വീണ്ടും ശൂലം എടുത്തു. ശൂലഹസ്തം സമായാന്തം നിശുംബമരാർദ്ധനം ഹൃദി വിദ്യാ ശൂലേന വേഗവിധേന ചണ്ഡിക. ശൂലവുമായിട്ട് വരുന്ന ആ ഒരു ദേവോപദ്രവിയായിരിക്കുന്ന, ദേവന്മാരെയൊക്കെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന അസുരന്റെ ഹൃദയം ദേവി എന്താ ചെയ്ത്? ഊക്കേറിയ ഒരു ശൂലം കൊണ്ട് ദേവി ഒന്നും നോക്കില്ല, അവന്റെ ഹൃദയം അങ്ങ് കുത്തി അങ്ങോട്ട് പിളർത്തിക്കളഞ്ഞ അവന്റെ ഹൃദയത്തെ. ഭിന്നസ്യ തസ്യ ശൂലേന ഹൃദയാനി ശ്രുതോപര മഹാബലോ മഹാവീര്യസ്തേഷ്ടതി പുരുഷോവധൻ. ശൂലം കൊണ്ട് പിളർന്നു പോയിരിക്കുന്ന അവന്റെ ഹൃദയത്തിൽ നിന്ന് മഹാബലനായിരിക്കുന്ന മഹാവീരനായിരിക്കുന്ന മറ്റൊരു പുരുഷൻ നിൽക്കവിടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് വന്നു. ഇതെന്തൊരു അസുരനാത്! കൊന്ന് ശൂലം കൊണ്ട് കുത്തിയിട്ട് അവന്റെ ഹൃദയം പുറത്തെടുത്തവ അതിന്റെ അകത്തുനിന്ന് ഒരു അസുരൻ വന്നിരിക്കുന്നു. തസ്യ നിഷ്ക്രാമധോ ദേവി പ്രഹസ്യസ്വനവത്തദ ശിരച്ചിച്ഛേദ ഗഡ്ഗേന തദോസാവപദദ്ഭുവി. അങ്ങനെ ദേവി ഉറക്ക അട്ടഹസിച്ചുകൊണ്ട് പുറത്തു വന്ന ആ അസുരന്റെ ശിരസ്, അവന്റെ തല, നിന്നെ ഒന്നും കുറെ നേരം വെക്കില്ലടാന്ന് പറഞ്ഞ ഒരൊറ്റ വെട്ടി അവന്റെ തലയ്ക്ക്. അപ്പോ അയാള് ഭൂമിയിൽ വീണുപോയി. ആ അസുരൻ ഭൂമിയിൽ വീണുപോയി. ആ അസുരൻ എവിടുന്നാ വന്ന ബിന്ദുമ്മേ? എവിടുന്നാ പോന്നേ ആ അസുരൻ? മൂവാറ്റുപുഴയെന്നാണോ? പറ, എന്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കണില്ലേ? ആ അസുരൻ എവിടുന്നാ വന്നേ? പറയ്. അറിഞ്ഞൂടെ? ശുംഭാസുരന്റെ ഹൃദയത്തിൽ നിന്ന്. എവിടുന്നാ വന്നേ? അസുരന്റെ ഹൃദയത്തിൽ നിന്ന്. ആ, അങ്ങനെയുള്ള ഒരു അസുരന്റെ ഹൃദയത്തിൽ നിന്നാ വന്നത് കേട്ടോ. എന്നിട്ട് അയാളെ ദേവി എന്താ ചെയ്തത്? വെട്ടിക്കൊന്നു. അതന്നെ. അപ്പൊ അയാളെന്തായി? മരിച്ചുപോയി. തതസിംഹച്ചാഗധോഗ്രദംഷ്ട്രാക്ഷുണ്ണശിരോധരാൻ അസുരാംസ്താം തഥാ കാളി ശിവദ്യൂതി തഥാ പരാൻ. പിന്നെ സിംഹം എന്താ ചെയ്തത്? ഭയങ്കരമായിരിക്കുന്ന പല്ലുകൊണ്ട് ചില അസുരന്മാരുടെ കഴുത്തൊക്കെ സിംഹം എന്ത് ചെയ്ത്? കുത്തി കീറിക്കളഞ്ഞു. ശിവദൂതിയും കാളിയും വേറെ വേറെ അസുരന്മാരെ അങ്ങ് തിന്നാൻ തുടങ്ങി. കൗമാരി ശക്തി നിർഭിന്ന കേചിന്നശുർമഹാസുര ബ്രഹ്മാണി മന്ത്രഭൂതേനെ തയോന്യാന്യോ നിരാകൃത. ഹൃദയത്തിൽ. അതെ, ചില അസുരന്മാരൊക്കെ എന്ത് ചെയ്തു? കൗമാരി ദേവിയുടെ വേലുകൊണ്ട് രണ്ട് കഷ്ണായിപ്പോയി. വേറെ ചിലരെ ബ്രഹ്മാണി ദേവി എന്താ ചെയ്തത്? മന്ത്രഭൂതമായിരിക്കുന്ന ദേവിയുടെ ജലം കൊണ്ട് ഇല്ലാണ്ടാക്കി. ജലം തളിച്ച് അങ്ങനെയുള്ള അസുരന്മാരൊക്കെ ഇല്ലാതെയാക്കി. മാഹേശ്വരി തൃശൂലേന ഭിന്നാപേതുസ്തദാപരേ വരാഹിതുണ്ടഗാധേന കേചിച്ചൂർണിഗ്രതാ ഭുവി. മഹേശ്വരി ദേവിയുടെ തൃശൂലം കൊണ്ട് ചിലരൊക്കെ ഇങ്ങനെ പിളർന്നു പോയപ്പോ വാരാഹി ദേവിയുടെ മുഖം കൊണ്ടുള്ള ഇടി, ദേവി മുഖം വെച്ച് ഇങ്ങനെ ഇടിച്ചപ്പോ ചിലരൊക്കെ പൊടിയായിട്ട് ഭൂമിയിൽ വീണുപോയി. ഗണ്ഡം ചക്രേണ വൈഷ്ണവ്യാധാനവാ കൃതാ വജ്രേണ ചൈന്ദ്രിഹസ്താഗ്രവിമുക്തേന തഥാ പരേ. വൈഷ്ണവി ദേവി ചക്രം കൊണ്ടും ഐന്ദ്രീ ദേവി വജ്രായുധം കൊണ്ടും അസുരന്മാരെ കഷ്ണാക്കി ഭൂമിയിൽ ഇട്ടേച്ചു. കേചിദ്ദിനേശുരാസുരാ കേചിന്നഷ്ടാ മഹാഹവാ ബാക്ഷിദ്ദശ്ചാപരേ കാളീ ശിവദ്യൂതി മൃഗാദിവൈ. അങ്ങനെ ആ യുദ്ധത്തില് എല്ലാ അസുരന്മാരും, പലതരത്തിലെ അസുരന്മാരും മരിക്കുകയും മറ്റു ചിലരൊക്കെ ഓടിപ്പോയി പേടിച്ചിട്ട്. വേറെ ചിലരൊക്കെ കാളി, ശിവദൂതി, സിംഹം ഇവര് കുറെ അസുരന്മാരെ തിന്നുകളഞ്ഞു. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ നവമ. അങ്ങനെ 9ാമത്തെ അധ്യായം കഴിഞ്ഞു. പോണ്ട, 10ാമത്തെ അധ്യായം ഉണ്ട്. ദശമോധ്യായ. എത്രാമത്തെയാ? ദശമോധ്യായം എന്ന് പറഞ്ഞാ 10ന് എന്താ പറയാ? 10ാമത്തെ അധ്യായത്തിന് എന്താ പറയാ?
ദശമോധ്യായ. പറയ്, ഇങ്ങനെ പറയരുത്, നല്ലോണം പറയും. ദശമോധ്യായ. നിവർന്നിരിക്കാതെയോ, ഇങ്ങനെ ഇരിക്കല്ലേ, നിവർന്നിരിക്കേ. നിവർന്നിരിക്കണു. ദശമൂലാരിഷ്ടല്ല, ദശമോധ്യായ. ദായല്ല, ധ്യായ. ദായ. ഓക്കെ. ഇനി 10ാമത്തെ അധ്യായത്തിലേക്ക് പോണു. ഉത്തപ്ത ഹേമരുചിരാം രവിചന്ദ്രവഹനീ നേത്രാം ധനുഷരായുധാങ്കുശപാശമൂലം രമ്യൈ ഭൂശ്ചൈച്ച ദദതീം ശിവശക്തിരൂപാം കാമേശ്വരീം ഹൃദി ഭജാമി ധൃതേന്ദുലേഖാം. ഉരുക്കിയ സ്വർണത്തിന്റെ നിറമുള്ള, സൂര്യനും ചന്ദ്രനും അഗ്നിയും കണ്ണുകളായിട്ടുള്ള ചാപബാണങ്ങൾ, അങ്കുശം, പാശം, ശൂലം ഇതൊക്കെ കയ്യിലുള്ള ശിവശക്തി രൂപിണിയായിരിക്കുന്ന, തലയിൽ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്ന കാമേശ്വരി ദേവിയെ നമുക്ക് നമസ്കരിക്കാം. അടുത്തത് കാമേശ്വരി ദേവിയാണ്. ഓക്കെ, കറക്റ്റ്. ദശമോധ്യായ. ഋഷിരുവാച. ഋഷി പറഞ്ഞു, നിശുംഭം നിഹതം ദൃഷ്ടാ ഭ്രാതരം പ്രാണസംമിതം ഹന്യമാനാം ബലൈം ചൈവ ശുംഭക്രുദ്ധോ ബ്രവീദ്വജ. പ്രാണതുല്യനായിരിക്കുന്ന, അതായത് ജീവന്റെ ജീവനായിരിക്കുന്ന അനുജൻ, ദശമൂല്ല, ദശമോ, മോഹിനിയുടെ മോ, രമണ പ്രഭുവിന് തെറ്റിപ്പോയി, ദശമോ. പ്രാണതുല്യനായിരിക്കുന്ന, ജീവന്റെ ജീവനായിരിക്കുന്ന അനുജൻ നിശുംഭൻ കൊല്ലപ്പെട്ടു. ഓക്കെ, സൈന്യം മുഴുവൻ നശിച്ചുപോയി. ഇത് കണ്ട് ദേഷ്യം വന്നാർക്ക് ശുംഭന്. ശുംഭൻ പറയാണ്, ബലാവാലേ പാദുഷ്ടേ ത്വം മാ ദുർഗേ ഗർവമാവഹ അന്യാസാം ഫലമാശ്രിത്യ യുദ്ധേസ്യ തിമാനീനി. ദുഷ്ടയായ ദുർഗേ, നിനക്ക് നല്ല ഫലമുണ്ടെന്ന് കരുതിയിട്ട് അഹങ്കരിക്കാൻ പാടില്ല. നീ വളരെ മാന്യമായിട്ടുള്ള ആളെ പോലെ നീ അഭിനയിക്കുകയാണ്. അന്യരുടെ ഫലം ഉപയോഗിച്ചിട്ടാണ് നീ ജയിക്കുന്നത്. അന്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ മറ്റ് കൂടെയുള്ള ദേവിമാര്, സപ്തമാതാക്കളെയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. അന്യരുടെ ബലം ഉപയോഗിച്ചിട്ടാണ് നീ വലിയ ആള് കളിക്കുന്നത്, നീ അഹങ്കരിക്കല്ലേ. ദേവ്യോവാച. ദേവി പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ അമ്മയുടെ വാക്കുകള്. ഏകൈവാഹം ജഗത്യത്ര ദ്വിതീയാ കാമമാപരാ പശ്യത്യാ ദുഷ്ടാ മയ്യേവ വിശ്യന്തോ മതിബൂധയാ. ഹേ ദുഷ്ട, ഈ ലോകത്തിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂടാ. നീ എന്താ മറ്റുള്ളവരെ ശക്തിയാ ഞാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്? ഈ ലോകത്തിൽ ഞാൻ ഒരാളെ ഉള്ളൂടാ. എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരാ ഉള്ളത്? എൻ്റെ ഈ വിഭൂതികളെല്ലാം ഇപ്പൊ എന്നിലേക്ക് തന്നെ ലയിക്കുന്നത് നീ കണ്ടോളൂ. ഈ ചുറ്റിനും നിൽക്കുന്ന സപ്തമാതാക്കൾ എന്നിലേക്കും തന്നെ ലയിക്കുന്നത് നീ കാണൂ. തതസമസ്തഥാ ദേവ്യോ ബ്രഹ്മാണി പ്രമുഖാലയം തസ്യാ ദേവ്യാസ്തനൗ ജഗേരൈകവാസിദാതംബികാം. അപ്പോ ബ്രഹ്മാണി മുതലായുള്ള എല്ലാ ദേവിമാരും ആ ദേവിയുടെ ശരീരത്തിലേക്ക് തന്നെ ലയിച്ചു. അപ്പോ ദേവി ഏകയായി മാറി. ഭഗവതി ഏകയായി മാറി, ഏകരൂപിണിയായി. ദേവ്യോവാച. ദേവി പറഞ്ഞു, അഹം വിഭൂധ്യാ ബഹി രുബിരഹ രൂപേർ യഥാസ്ഥിതാ തം ശ്രുതം മയി ഖൈവത്തിഷ്ഠാമ്യാ ജവൗ സ്ഥിരോ ഭവ. ഇതുവരെ ഞാൻ വിഭൂതികളാൽ പല രൂപങ്ങളായി സ്ഥിതി ചെയ്തിരുന്നു, പല പല ഭാവങ്ങളിൽ ഞാൻ സ്ഥിതി ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ അവയെല്ലാം എന്നിൽ തന്നെ ലയിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് നീ കണ്ടില്ലേ? നീ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കൂ. ഋഷിരുവാച. ഋഷി പറഞ്ഞു, തതപ്രവൃതേ യുദ്ധം ദേവ്യോ ശുംഭസ്യ ചോഭയോ പശ്യതാം സർവദേവാനാമാസുരണാനാം ച ദാരുണാം. അതിനുശേഷം ദേവിയും ശുംഭനും തമ്മില് ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കെ ദേവിയും ശുംഭനും തമ്മിൽ അതിഘോരമായ ഒരു യുദ്ധം നടക്കുകയാണ്. ദേവി ഇത് പറഞ്ഞതിന് ശേഷം, ശരവർഷേഷിതേ ശസ്ത്രൈസ്താസ്ത്രൈ ചൈവ ദാരുണ തയോർയുദ്ധമഭൂത്ഭൂയാ സർവലോകഭയങ്കരം. ശരവർഷം കൊണ്ടും മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടും ദാരുണമായിരിക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ടൊക്കെ അവർ തമ്മിൽ
സർവ്വലോകങ്ങൾക്കും പേടിയുണ്ടാവുന്ന രീതിയിൽ അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരും തമ്മിൽ, ദേവിയും ശുംഭനും തമ്മിൽ യുദ്ധം തുടങ്ങി. ദിവ്യാന്യാസ്ത്രാണി ശതശോ മുമുചേ യാന്യാധാംബിക ബപജ്ഞാതാനി ദൈത്യേന്ദ്രാസ്തദത്പ്രതീഘാതകർത്യബ്രീ. അങ്ങനെ ദേവി അയച്ച ദിവ്യങ്ങളായിരിക്കുന്ന 100 കണക്കിന് ആയുധങ്ങളെ ആ അസുരൻ അവയെ ഇല്ലാതാക്കുന്ന ആ ആയുധങ്ങൾ കൊണ്ട് ചെറുത്ത് നിർത്തുകയാണ്. ദേവി അങ്ങോട്ടേക്കും അയാൾ ഇങ്ങോട്ടേക്കും. ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുക്താനി തേന ശാസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ബലഭജ്ഞലീലൈഗ്രോ ഗ്രഹാഹുങ്കാരോച്ചാരണാദിപി. ശുംഭാസുരൻ അയച്ചിരിക്കുന്ന ശക്തിയേറിയിരിക്കുന്ന അസ്ത്രങ്ങളെ പരമേശ്വരിയായിരിക്കുന്ന ദേവി എന്താ ചെയ്തത്? ഹുങ്കാര ഉച്ചാരണാദികൾ കൊണ്ട് ദേവി ഇല്ലാതെയാക്കി നശിപ്പിച്ചു കളഞ്ഞു. എല്ലാം ഭഗവതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തത ശരശധീർ ദേവി മാചാധയദാസോസുര സാബിതത് കുപിതാ ദേവി ധനുശ്ചിച്ഛേദശേഷുഭി. ആ അസുരൻ ദേവിയെ 100 കണക്കിന് ശരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു കളഞ്ഞു അയാള്. അപ്പോ കോപിഷ്ഠയായ ദേവി എന്ത് ചെയ്ത്? ശരങ്ങൾ കൊണ്ട് അവന്റെ വില്ല് അങ്ങോട്ട് ഒടിച്ചു കളഞ്ഞു, അയാളുടെ വില്ല്. ചിന്നേ ധനുഷി ദൈത്യേന്ദ്രാസ്തഥാ ശക്തി മാധതേ ചിച്ഛേദ ദേവി ചക്രേണ താമഭസ്യാകരേ സ്ഥിതാം. വില്ലൊടിഞ്ഞു പോയപ്പോ, അയാളുടെ വില്ല് ദേവി ഒടിച്ചു കളഞ്ഞല്ലോ, ആ വില്ലൊടിഞ്ഞു പോയപ്പോ ശുംഭൻ എന്ത് ചെയ്തു? ഒരു ശക്തി ഇങ്ങോട്ട് കയ്യിലെടുത്തു. പക്ഷെ എറിയുന്നതിന് മുമ്പ് തന്നെ ദേവിയുടെ ചക്രം കൊണ്ട് ആ ശക്തിയെയും ദേവി ഇല്ലാതെയാക്കി. പിന്നെയോ തത ഗഡ്ഗമുപാധായ ശതചന്ദ്രം ച നഭാനുവത് അഭ്യാധാവാതാം ദേവി ദൈത്യാനാമാഭിപേശ്വര. അപ്പോ അസുരാധിപന്മാരുടെ നായകനായിരിക്കുന്ന, ഈ അസുരന്മാരുടെയൊക്കെ നായകനായിരിക്കുന്ന ശുംഭൻ വാളും സൂര്യന് തുല്യമായിരിക്കുന്ന തിളങ്ങുന്ന ഒരു ശതഛത്രം എന്ന പരിചയം എടുത്തുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് പോയി. സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു വാളും ഒരു ശതഛത്രം എന്ന് പറയുന്ന ഇങ്ങനെ പിടിക്കുന്ന പരിചയമില്ലേ, ആ പരിചയം എടുത്തുകൊണ്ട് നേരെ ദേവിയുടെ അടുത്തേക്ക് ഓടി. തസ്യാപത ഏവാശു ഗഡ്ഗം ചിച്ഛേദ ചണ്ഡികാ ധനുർമുക്തേഷിതേർഭാണൈ ശർമ്മചാർഖാകരാമലം. അപ്പോ അവൻ വരുമ്പോ ദേവി വേഗത്തിൽ വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട മൂർച്ചയുള്ള ബാണങ്ങൾ കൊണ്ട് സൂര്യനെ പോലെ തിളങ്ങുന്ന അവന്റെ ആ പരിചയം ദേവി ഇല്ലാതാക്കി കളഞ്ഞു. എല്ലാം ദേവി ഇല്ലാണ്ടാക്കുകയാണ്. എന്നിട്ടോ അംശാശ്വാപാധയാമാസരഥം സാരദിനാസഹ. ദേവി രഥത്തെയും രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരകളെയും സാരഥിയെയും എല്ലാം ദേവി വീഴ്ത്തിക്കളഞ്ഞു. ഹതാശോ സാ തദാ ദൈത്യ ചിന്നധ്വനാവിസാരഥി ജഗ്രാഹമുദ്ഗരം ഘോരമംബികാ നിദനോദ്യത. കുതിരകളെല്ലാം കൊല്ലപ്പെട്ടപ്പോ വില്ല് മുറിഞ്ഞവനും സാരഥി കൊല്ലപ്പെട്ടവനുമായിരിക്കുന്ന ആ അസുരൻ അപ്പോ തന്നെ അംബികയെ കൊല്ലാൻ വേണ്ടിയിട്ട് മുഗ്ധരം എന്ന് പറയുന്ന ഒരു ആയുധം എടുത്തു. ചിച്ഛേദാപതതസ്യാ മുഗ്ധരം നിഷിദ്യൈഷരേ തഥാഭിസോധ്യാധാവാത്ത മുഷ്ടിമുദ്യമ വേഗവാൻ. ഓടി വരുമ്പോ തന്നെ ദേവി എന്താ ചെയ്തത്? അവന്റെ ആ മുഗ്ധരത്തെ മൂർച്ചയുള്ള ഒരു കുറച്ച് ശരങ്ങൾ കൊണ്ട് അതും അവിടെ മുറിച്ചിട്ടു. എന്നിട്ടും ആ അസുരൻ എന്താ ചെയ്തത്? അയാളുടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അംബികയുടെ നേർക്ക് ഓടി വരികയാണ് യുദ്ധം ചെയ്യാൻ. സമുഷ്ടീം പാതയാമാസ ഹൃദേ ദൈത്യപുങ്കവദേവ്യാസ്തം ചാബീസാ ദേവി തലോ നോരസ്യ താടയാത്. ആ അസുര ശ്രേഷ്ഠൻ ദേവിയുടെ ആ വക്ഷസിൽ, അമ്മയുടെ വക്ഷസിൽ തന്നെ മുഷ്ടി കൊണ്ട് ഇടിച്ച് ദേവി എന്ത് ചെയ്ത്? അവന്റെ നെഞ്ച തന്നെ കൈകൊണ്ട് ഒരു കുത്ത് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. എന്തായാലും ഈ യുദ്ധം വളരെയധികം മനോഹരമായിരിക്കും. ദേവി അടിച്ചടിച്ചടിച്ചടിച്ച് അവനെ അവിടെ വീഴ്ത്തിയിടുകയാണ്. ദേവിയും തിരിച്ച് ദേവിയുടെ കൈകൊണ്ട് അവനൊരു വലിയൊരു ഇടി അങ്ങോട്ട് കൊടുത്തു. തലപ്രഹാരാഭിഹിതോ നിപാപാതാമഹീതലേ ദൈത്യരാജാ സഹസാ പുനരേവ തദോസ്ഥിത. കരതലം കൊണ്ടുള്ള ദേവിയുടെ കൈകൊണ്ടുള്ള അടിയേറ്റപ്പോൾ അവൻ നിലത്ത് വീണ് പെട്ടെന്ന് തന്നെ. പക്ഷെ അയാൾ ചാടി എഴുന്നേറ്റു. അടി കിട്ടിയപ്പോൾ അയാൾ വീണെങ്കിലും വീണ്ടും അയാൾ ചാടി എഴുന്നേറ്റു. ഉത്പത്യചാ പ്രഗ്രോഹൈചൈർദേവീം ഗഗനമാസ്ഥിതത്രാഭിസാ നിരാധാരായുധേന ചണ്ഡിക. ശുംഭൻ ദേവിയെ എടുത്തുകൊണ്ട് ഉയർന്ന് ആകാശത്തിൽ അങ്ങ് സ്ഥിതി ചെയ്തു. എന്താണ്? ദേവിയെയും പൊക്കിയെടുത്തിട്ട് ശുംഭൻ നേരെ ആകാശത്തിലേക്ക് ഉയർന്നു നിന്ന് അവിടെയും ദേവി കാല് തറയിൽ തൊടാതെ തന്നെ ശുംഭാസുരനുമായിട്ട് യുദ്ധം ചെയ്തു. ദേവിനെ അയാൾ പൊക്കിയെടുത്ത് ആകാശത്തിലേക്ക് പോയി. പക്ഷെ ദേവി അവിടെയും ദൈത്യയുടെ പാദം തറയിൽ നിർത്താതെ അവിടെ നിന്ന് ദേവി യുദ്ധം ചെയ്തു. നിയുദ്ധം ഗേ തഥാ ദൈത്യ ചണ്ഡികാച പരസ്പരം ചക്രദുപ്രഥമം യുദ്ധം മുനി വിസ്മയകാരകം.
അങ്ങനെ അസുരനും ചണ്ഡികയും തമ്മിൽ ആദ്യമായിട്ട് ആകാശത്ത് വെച്ച് മുനിമാരെല്ലാം കണ്ട് ദേവന്മാരെല്ലാം കണ്ട് ആശ്ചര്യമുണ്ടാക്കുന്ന രീതിയിൽ രണ്ടുപേരും ആയുധങ്ങളില്ലാതെ ബാഹുയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തദോനിയുദ്ധം സുചിരം കൃത്വാ തേനാംബികാ സഹ ഉത്പാദ്യ ഭ്രാമയാമാസ ചിക്ഷേപധരണീതലേ. അങ്ങനെ വളരെ നേരം യുദ്ധമൊക്കെ ചെയ്തിട്ട് ദേവി എന്ത് ചെയ്ത് അസുരനെ എടുത്ത് ഉയർത്തിയിട്ട് ഇങ്ങനെ വട്ടം കറക്കിയിട്ട് ദേവി ഒരൊറ്റ ഏറെറിഞ്ഞു, അവനെ ഭൂമിയിലേക്ക് ഒരൊറ്റ ഏറെറിഞ്ഞു. ഉറപ്പായിട്ടും മാതാജി ഭഗവാന്റെ കാരുണ്യത്താൽ ഭഗവതിയുടെ അനുഗ്രഹത്താൽ കുഞ്ഞ് ഉറപ്പായിട്ട് സംസാരിക്കും. ധൈര്യമായിട്ടിരിക്കും, പ്രാർത്ഥിക്കാം കേട്ടോ, വിഷമിക്കേണ്ട. അങ്ങനെ ദേവി എന്ത് ചെയ്ത് അയാളെ ഭൂമിയിലേക്ക് ഒരൊറ്റ ഏറെറിഞ്ഞു. സക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടി മുദ്യമ വേഗവാൻ അഭ്യാധാവാദ തുഷ്ടാത്മ ചണ്ഡികാ നിധനേച്ഛയാ. അങ്ങനെ എറിഞ്ഞ ആ ദുഷ്ട ആത്മാവ്, ആ അസുരൻ വേഗത്തോട് കൂടിയവനായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് അയാൾ വീണ്ടും മുഷ്ടി ഉയർത്തിക്കൊണ്ട് ദേവിയോട് ഇടികൂടാൻ വന്നിരിക്കുക. അയാളുടെ അഹങ്കാരം തീരുന്നില്ല. അപ്പൊ എത്ര വലിയ ദുഷ്ടനായാളെന്ന് ആലോചിച്ച് നോക്ക്. താമയാന്താം തതോ ദേവി സർവദൈത്യാജനേശ്വരം ജഗത്യാം പാതയാമാസ വിദ്വാ ശൂലേന വക്ഷസി. അപ്പോ ഓടി വരുന്ന ആ ഒരു എല്ലാ അസുരന്മാരുടെയും രാജാവായിരിക്കുന്ന അവനെ ദേവി തൃശൂലം കൊണ്ട് മാറി പിളർത്തിയിട്ട് ഭൂമിയിൽ അവിടെ ഇട്ടേച്ചു. കുറെ നേരമായില്ല എഴുന്നേറ്റ് വരുന്നു, അവിടെ കിടക്കടാന്ന് ഭൂമിയിൽ അവിടെ ഇട്ടേച്ചു. സഗദാസുപപാതോർവ്യാം ദേവി ശൂലേഘ്രാവിക്ഷതച്ചാളയാൻ സകലാം വൃദ്ധിം സാപ്തിദ്വീപാം സർവപഥാം. ശൂലാഘ്രം കൊണ്ട് മുറിവേറ്റ ജീവൻ പോയ അവൻ കടലും പർവ്വതങ്ങളും ദ്വീപ സമൂഹങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന ഭൂമി മുഴുവൻ ഇളക്കി. ഈ സമുദ്രവും ദ്വീപും എല്ലാം ഇളകുന്ന രീതിയിൽ അയാൾ അവിടെ വീണു. അത്രയും വലിയ സംഭവം അയാൾ നിലംപതിച്ചു. തതപ്രസന്നമഖിലം ഹതേ തസ്മിൻ ദുരാത്മനി ജഗത്വാസാസ്ത്യാമതീവാഭ നിർമ്മലം ചാപവന്ന. ആ ദുരാത്മാവ് കൊല്ലപ്പെട്ടപ്പോ ലോകം മുഴുവൻ പ്രസന്നമായി, സ്വസ്ഥമായി. ആകാശമെല്ലാം ഒരു നിർമ്മലമായ അവസ്ഥയിലേക്ക് വന്നു. ആ ദുഷ്ടം മരിച്ചല്ലോ. ഉത്പാദമേകാസോൽക്കായേ പ്രാഗാ സംസ്ഥേ ശമം യയു സരിതോ മാർഗവാഹിന്യസ്തദാ സംസ്തപ്ത്രപ്പാതിതേ. നേരത്തെ കൊള്ളിമീനുകളെല്ലാം ഇങ്ങനെ വർഷിച്ചുകൊണ്ട് അശുഭ സൂചകങ്ങളൊക്കെ ഉണ്ടായി നേരത്തെ. അപ്പോൾ മേഘങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാം, മിന്നലൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. കൊള്ളിമീൻ, ആ മിന്നല്, മേഘം, ഇടി അതെല്ലാം തീർന്ന് എല്ലാം ഒരു സമാധാനമായി. ഒരു വലിയ മഴ പെയ്ത് തോർന്ന പോലെ സ്വസ്ഥമായി, ഒരു പ്രശ്നവും ഇല്ലാണ്ട്. തതോ ദേവഗണാ സർവേ ഹർഷനിർഭരശമാനസ ബഭൂർഹി നിഹതേ തസ്മിൻ ഗന്ധർവാലളിതം ജഗു അവാധായം തഥാ ദൈവാന്യേ നനൃശ്ചാപ്സരോഗണേ ബഹു പുണ്യാസ്തഥാ വാധാ സുപ്രഭോ ഭൂദിവാകര ജജജ്ജലൂജ്ഞാനയാ ശാന്താ ശാന്ത ദിഗ്ജനിതസ്വനാ. ശുംഭാസുരൻ കൊല്ലപ്പെട്ടപ്പോ സന്തോഷം കൊണ്ട് ദേവന്മാരുടെ എല്ലാം മനസ്സ് നിറഞ്ഞു. ഓ, വലിയൊരു ബാധ ഒഴിഞ്ഞു കിട്ടി, സ്വസ്ഥം. അങ്ങനെ ഈ ദുഷ്ടൻ മരിച്ചു. ദേവന്മാർക്ക് സന്തോഷായി. ഗന്ധർവാന്മാരെല്ലാം പാട്ടുപാടി, വേറെ ചിലരൊക്കെ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് നൃത്തം വായിച്ചു. അപ്സരസുകളെല്ലാം നൃത്തം ചെയ്തു. അവരെ ഒരുപാട് ഉപകരണങ്ങളൊക്കെ വായിച്ച് കാറ്റൊക്കെ ശാന്തമായി വീശാൻ തുടങ്ങി. സൂര്യൻ നല്ല പ്രഭയോടുകൂടി ജ്വലിക്കാൻ തുടങ്ങി. അഗ്നിപർവ്വതങ്ങളെല്ലാം ശാന്തമായി. ദിക്കുകളിൽ നല്ല ശാന്തമായ ശബ്ദം വന്നു. അങ്ങനെ വലിയൊരു ദുഷ്ടനെ ദേവി നശിപ്പിച്ചു കളഞ്ഞു. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ദശമ. പോണ്ട, അടുത്ത അധ്യായമുണ്ട്, അവിടെ നിൽക്കാം. പ്രധാനപ്പെട്ട അധ്യായമാണ്. പോകരുത് പോകരുത് പോകരുത്. ദേവി മഹാത്മ്യത്തിലെല്ലാം പ്രധാനപ്പെട്ട അധ്യായം. പക്ഷെ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? ഏകാദശ അധ്യായം. പോകാൻ പാടില്ല കേട്ടോ. പിന്നെ എടുത്താൽ മതിയോ? പാവം. എന്തേ ബിന്ദുമ്മേനെ നമ്മുടെ ഇവിടെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിണ്ടായിരുന്നല്ലോ. ബിന്ദമ്മ അങ്ങനെ ഇവിടെ ഇങ്ങനെ വികൃതിയൊക്കെ കളിച്ച് ഇങ്ങനെ നടന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. പറയട്ടെ? എന്താ ചെയ്യണ്ടെന്ന് പറയും തോറും ബിന്ദുമ്മ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. വേസ്റ്റ് കളയാൻ ഇവിടെ താഴെ വണ്ടിക്കാരൻ വരും.
അത് കളയാൻ പോകാതെ ആ വേസ്റ്റും കൊണ്ട് തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ വെച്ച വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ പോവുക. ആ പോണ വഴിക്ക് എന്തുണ്ട്? ഒരു വീടുണ്ട്, കുറേ വീടുകളുണ്ട്. ആ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് നിറച്ചും പേരയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പേരയ്ക്ക പറിക്കരുത്, ഇത് ആരാൻ്റെ സാധനം, നമുക്ക് ആവശ്യമില്ല, പറിക്കരുത് എന്ന് പറഞ്ഞു. അളിയുടെ സ്ഥിരം പരിപാടി അവിടെ പോയി പേരയ്ക്ക പറിക്കുക എന്നുള്ളതാണ്. വല്ല ആവശ്യമുള്ള കാര്യമാണത്? ഇവിടുന്ന് രാവിലെ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് മഞ്ജരീസിന്റെ മെസ്സേജ് നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ, ഇത് ഇന്ന് പേരയ്ക്ക മരത്ത് കയറും. നിങ്ങൾ കണ്ടില്ലല്ലോ ആ മതിലിൻ്റെ ഹൈറ്റ്? ഒന്ന് കാണണം. ഞാൻ എപ്പോഴേലും ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടരാം. നേരെ ആ മതിലിൻ്റെ പൊക്കത്ത് കയറി, രണ്ടാമത്തെ മതിലിൻ്റെ പൊക്കത്ത് കയറിയിട്ട് പേരയ്ക്ക പറിച്ചു. നടുവും തല്ലി വീണിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ചത്തുപോകും സ്പോട്ടിൽ, ഇല്ലെങ്കിൽ ജന്മത്ത് കോമ സ്റ്റേജിൽ നിന്ന് എണീക്കൂല. ആ സ്ഥലത്ത് കയറിയിട്ട് പേരയ്ക്ക പറിച്ചു. ഇത് നമ്മുടെ അമ്മു കണ്ട്. അമ്മു ചീത്ത പറഞ്ഞപ്പോൾ ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അവിടുത്തെ ഹൗസ് ഓണർ കണ്ട്. അവിടെ ഫുൾ ചുറ്റിനും ക്യാമറയാണ്. പ്രശ്നങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ വാണിംഗ് കൊടുത്തു, ഇത് നമുക്ക് ശരിയാവൂല, 4 കൊല്ലമായിട്ട് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അനാഥാലയം കണ്ടല്ലോ, അപ്പം ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് തീരുമാനമായി. നമ്മളിപ്പോൾ ലൈവ് പറയണമല്ലോ അല്ലേ? ഇവിടെ ഇരിക്കില്ലല്ലോ ഒതുങ്ങിയിട്ട്. ഞാൻ പുറത്തു പോകാൻ കാത്തിരിക്കല്ലേ ഇവിടുന്ന് ഓടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഇതിപ്പോൾ എന്നും ഇതന്നല്ലേ പറയാ, ഇവിടെ ഒതുങ്ങിയിരിക്കാന്നൊക്കെ പറയും. നമുക്ക് അവസാനമായിട്ടൊരു വാണിംഗ് വേണേൽ കൊടുക്കാം അല്ലേ? ഇപ്പൊ ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും പേരയ്ക്ക മരത്തേലും ചക്ക മരത്തേലും മാവ് മരത്തേലും ഒക്കെ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂത്? ഒരുപാട് ജോലി ഉണ്ടല്ലോ നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറെ പരിപാടി ഒപ്പിച്ച് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ഞാൻ ആലോചിക്കട്ടെ, മഞ്ജരീസിൽ എല്ലാവരും എന്ത് പറയണമെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ മഞ്ജരീസിൽ എല്ലാവരും പറയണ വേണ്ട മാതാജി അവിടെ തന്നെ കൊണ്ടാക്കിക്കോ, അവിടെ നല്ലോണം പഠിക്കട്ടെ, നല്ല പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം വേറെ വഴിയില്ല, നമ്മൾ അവിടെ കൊണ്ടാക്കും. പുള്ളിക്കാരിയുടെ ആങ്ങളെ വിളിച്ചു വരുത്തും, എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടാക്കും. അതേ വഴിയുള്ളൂ, അല്ലാണ്ട് നിവർത്തിയില്ല. അതപ്പോൾ എല്ലാവരും ഇതാ കൊണ്ടാക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് മാതാജി പറഞ്ഞിട്ട് അനുസരിക്കില്ല, അവിടെ കൊണ്ടാക്കുന്ന പറയണേ. പെണ്ണുങ്ങളുണ്ടോ മരത്തേ കയറുന്നു? അല്ല മഞ്ജരീസിൽ എല്ലാവരും കൊണ്ടാക്കാനാ പറയണേ. ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ? അവരൊക്കെ കൊണ്ടാക്കാൻ പറയുമ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ മഞ്ജരീസിൻ്റെ ആൾക്കാർ പറയണല്ലാതെ എനിക്കിപ്പോൾ അനുസരിക്കാൻ പറ്റും. സംഭവം മഞ്ജരീസ് നമ്മൾ ഉണ്ടാക്കി, നമ്മൾ കൊണ്ടുപോകണ്, നമ്മൾ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ അവർ മെജോറിറ്റി അവർ പറയണതേ കേൾക്കാൻ പറ്റും. എനിക്കിപ്പോൾ അവരെ വാക്ക് ധിക്കരിക്കാൻ പറ്റില്ല. കാരണം മഞ്ജരീസ് നിലനിർത്തുന്നത് അവരാ. അപ്പോൾ അവർ പറയണം വേണ്ട മാതാജി കൊണ്ടാക്കൂന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ എല്ലാം കണ്ടിരിക്കുക. അപ്പോൾ എല്ലാം കണ്ട് ഇപ്പോൾ ഇങ്ങനെ അവിടെ ദുരിതമാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര ദുരിതമാണ്, കണ്ടതിനേക്കാളും ദുരിതമാണ്. അവർ നല്ല അടിയടിക്കും, നല്ല പ്രശ്നങ്ങളൊക്കെ തരും, ഫുഡൊന്നും തരൂല, ആകെ പ്രശ്നമാണ്, കിടക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അവർ ഇതാ എല്ലാവരും പറയണം കൊണ്ടാക്ക്. ഇവിടെ ഒതുങ്ങിയിരിക്കില്ലെന്ന് എനിക്കറിയാം, ഒന്നിനും പോവില്ലെന്ന് എനിക്കറിയാം. 4 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ്. ഒരു ശല്യം ഉണ്ടാക്കൂല, ഇവിടെ ഒതുങ്ങി ഇരുന്നോളാന്നാ പറയണത്. എന്താ ചെയ്യേണ്ടത്? എല്ലാവരും പറയണു ക്ലാസ്സിന്റെ അവസാനം ആൻസർ പറയാം. അപ്പോൾ ഇതൊന്ന് ഇതാക്കിക്കേ, നോക്കാം നമുക്ക്. വിനോദ് ക്ലാസ്സിലാ, തിരിച്ചു വിളിക്കാം. ഏകാദശാധ്യായം. ഓക്കെ, ഏകാദശോധ്യായം 11ാമത്തെ അധ്യായം. ഓക്കെ, ധ്യാനം. ഭാലാരവിന്ദുദ്വിതീമിന്ദു കിരീടാം തുംഗക്കുജാം നയനത്രയുക്താം സ്മേരാമുഖീം വരദാങ്കുശപാശാ ഭീതികരീം പ്രഭജേ ഭുവനേശ്വരീം. അതായത് ഉദയസൂര്യന്റെ പ്രഭയോട് കൂടിയവളും ചന്ദ്രകിരീടം ശിരസിൽ ധരിച്ചിരിക്കുന്നവളും ഉയർന്ന മാറോട് കൂടിയവളും
3 കണ്ണുകളുള്ളവളും മന്ദഹാസം പൊഴിക്കുന്നവളും വരദം, അങ്കുശം, പാശം, അഭയം ഇതൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നവളുമായിരിക്കുന്ന ഭുവനേശ്വരി ദേവിയെ നമുക്ക് ഭജിക്കാം എന്നാ പറയുന്നത്. ഓക്കെ. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ദേവ്യാഹദേ തത്ര മഹാസുരേന്ദ്ര സേന്ദ്രാസുരാവഹനി പുരോഗമസ്താം കാർത്യായനീം തുഷ്ടുരിഷ്ടലാഭ. കാർത്യായനീം തുഷ്ടുരിഷ്ടലാഭാധികാശിവക്ത്ര വികാസിതാശ. മഹാ അസുര ശ്രേഷ്ഠനായിരിക്കുന്ന ശുംഭാസുരൻ ദേവിയാൽ വധിക്കപ്പെട്ടപ്പോ, ദേവി കൊന്നപ്പോ ഇന്ദ്രനോട് കൂടിയവരും അഗ്നി മുമ്പിൽ ഗമിക്കുന്നവനുമായിരിക്കുന്ന ദേവന്മാർ അഭീഷ്ടസിദ്ധി കൊണ്ട് അവിടെ ഇരുന്നോ, ആ ലൈറ്റ് ഓഫ് ചെയ്തോ, എല്ലാരും ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്, വേറെ വഴിയില്ല. ദേവന്മാര് അഭീഷ്ട സിദ്ധി മൂലം വികസിച്ച അവരുടെ മുഖത്താമര, അതായത് താമര പോലെ അവരുടെ മുഖം, എല്ലാവരുടെ മുഖവും താമര പോലെ വിരിഞ്ഞു. കാരണം എന്താ? എല്ലാവർക്കും മനസ്സിലായി അമ്മ ഭഗവതി അവരെ രക്ഷിച്ചുമെന്ന്. അങ്ങനെ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്ന ആ കാർത്യായനി ദേവിയെ എല്ലാവരും സ്തുതിച്ചു. ബിന്ദമ്മയ്ക്ക് എന്താ അടുക്കളയിൽ പണി? ആ, കാപ്പി കുടിക്കുക അടുക്കളയിൽ പോയിട്ട്. കാപ്പി കുടിച്ചോളൂ. അപ്പോ എന്തായി? അങ്ങനെ കാർത്യായനി ദേവിയെ എല്ലാവരും സ്തുതിച്ചു. ദേവീ പ്രഭന്നാർത്തി ഹരേ പ്രസീദ പ്രസീദ മാതർ ജഗദോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. ശരണാഗതന്മാരുടെ സങ്കടത്തെ നശിപ്പിക്കുന്ന ആരാണോ അമ്മയെ ആശ്രയിക്കുന്നത്, ശരണമടയുന്നത്, അവരുടെ സങ്കടത്തെ എല്ലാം നശിപ്പിക്കുന്ന ഹേ ദേവി, അവിടുന്ന് പ്രസാദിച്ചാലും ഭഗവതി. ലോകത്തിന്റെ മുഴുവൻ മാതാവായിരിക്കുന്ന അമ്മയെ പ്രസാദിച്ചാലും, ഈ ലോകത്തിന് മുഴുവൻ ഈശ്വരിയായിരിക്കുന്ന, ചരാചരമായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്ന ഹേ ദേവി, വിശ്വത്തെ മുഴുവൻ കാത്തുരക്ഷിച്ചാലും ഭഗവതി. ആധാരഭൂതാ ജഗസ്ത്വമേഘ മഹീസ്വരൂപേണ യഥാസ്ഥിതാസി അഭാം സ്വരൂപസ്ഥിതയാ തയൈതാപ്യായതേ കൃത്തനമലംഘവീര്യേ. ദേവി ഭൂസ്വരൂപയായതുകൊണ്ട് ജഗത്തിന് മുഴുവൻ ആധാരമാണ്. ലംഘിക്കാൻ കഴിയാത്ത വീര്യമുള്ളവളായിരിക്കുന്ന ദേവി ജലസ്വരൂപിണിയായിട്ട് ജഗത്തിനെ മുഴുവൻ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ ദേവി പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ത്വം വൈഷ്ണവീ ശക്തിരനന്ത വീര്യ വിശ്വസ്യ ബീജം പരമാസിമായ സമ്മോഹിതം ദേവി സമസ്തമേതത്വം വൈ പ്രസന്നാ ഭുവി മുക്തിഹേതു. അനന്തവീര്യവതിയായിരിക്കുന്ന വൈഷ്ണവിയുടെ ശക്തിയും ദേവി തന്നെയാണ്. വൈഷ്ണവി ദേവിയുടെ ശക്തിയും ദേവി തന്നെയാണ്. ഈ ലോകത്തിന് കാരണമായിരിക്കുന്ന, പരമമായിരിക്കുന്ന മഹാമായയും അമ്മ ഭഗവതി തന്നെയാണ്. ഈ ലോകം മുഴുവൻ ദേവിയാൽ മോഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവി പ്രസന്നയായാൽ ഭൂമിയിൽ വച്ചു തന്നെ ഭക്തന്മാർക്ക് മോക്ഷത്തിന് കാരണമായി മാറുമെന്നാ പറയുന്നത്. അമ്മ ഭഗവതി നമ്മളിൽ പ്രസന്നമായി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടുന്ന് തന്നെ മോക്ഷം കിട്ടും. അതായത് ഭൂലോക ജീവിതം എന്താണ്? നമുക്ക് സമാധാനപരമായി മാറുമെന്നാണ് പറയുന്നത്. വിദ്യാസമസ്താവധാ ദേവി ഭേദാ സ്ത്രീയാ സമസ്താ സകലാ ജഗ്സുത്തൈഘയാ പൂരിധാമം ഭയത്തേ കാതേ സ്തുതിസ്തവ പെദ്യാപരോക്തി. അല്ലയോ ദേവി, എല്ലാ വിദ്യകളും നിന്തിരുവടിയുടെ വകഭേദങ്ങളാണ്. അമ്മ തന്നെയാണ് എല്ലാ വിദ്യയ്ക്കും ആധാരമായിരിക്കുന്നത്. ലോകത്തിലുള്ള 64 കലകളോട് കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീകളും, 64 കലയാണേ, 64 കലകളും 108 ഭാവങ്ങളുമാണേ. അങ്ങനെ 64 കലകളോട് കൂടിയിരിക്കുന്ന തുറന്നേ, അത് ഇടയ്ക്ക് കട്ടായിപ്പോണ്ട് നെറ്റ്. ഡോർ തുറന്ന ബിന്ദമ്മേ. ഓക്കെ, മതി 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 മതി. അങ്ങനെ 64 കലകളോട് കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീകളും
അവിടുത്തെ അംശങ്ങളാണ് ഭഗവതി. ഏകമാതാവായിരിക്കുന്ന ദേവി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നെറ്റ് സ്ലോ ആയി പോകുന്നതാണേ. സൂപ്പർ സൂപ്പർ. അങ്ങനെ 64 കലകളോട് കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീകളും അമ്മയുടെ അംശങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം എന്നാ പറയുന്നത്. തുറന്നു വെക്കി. ഏകമാതാവായിരിക്കുന്ന ദേവി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ദേവിയെ എത്ര സ്തുതിച്ചാലും അധികമായി പോവുകയില്ല. സർവഭൂതായഥാ ദേവി ഭുക്തി മുക്തിപ്രദായിനി ത്വം സ്തുതാ സ്തുതേയഖാവാ ഭവന്തു പരമോക്തയാ. സർവഭൂതാത്മികയായിരിക്കുന്ന ഭക്തന്മാർക്ക് ഭുക്തിയും മുക്തിയും കൊടുക്കുന്നവളായിരിക്കുന്ന ഭഗവതിയെ സ്തുതിക്കുന്ന ഈ സ്തോത്രങ്ങൾ പരമോക്തികളായി തീരട്ടെ എന്നാ പറയുന്നത്. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണി നമോസ്തുതേ. അല്ലയോ ദേവി, എല്ലാവരുടെയും മനസ്സിൽ ബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവർക്കും സ്വർഗവും മോക്ഷവും നൽകുന്ന ആ നാരായണി ദേവിക്ക് നമസ്കാരം. കാലാകാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോഭരതൗ ശക്തേ നാരായണി നമോസ്തുതേ. സമയാഭാനികളായിരിക്കുന്ന കലാകാഷ്ട എന്നീ രൂപങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ട് ലോക പരിണാമങ്ങൾ ഉളവാക്കുന്നവളും ഒടുവിൽ ഈ ലോകത്തെ ലയം പോലും ലോകത്തെ ലയിപ്പിക്ക പോലും ചെയ്യുന്ന നടത്താൻ ശക്തിയുള്ള ആ നാരായണി ദേവിക്ക് നമസ്കാരം എന്നാ പറയുന്നത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മംഗളമായിരിക്കുന്ന വസ്തുക്കളുടെ എല്ലാം മംഗളകാരിണിയായിരിക്കുന്ന കല്യാണ സ്വരൂപിണിയായിരിക്കുന്ന പുരുഷാർത്ഥങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ശരണാഗതി അടഞ്ഞവർക്ക് അനുഗ്രഹം സാധിച്ചു കൊടുക്കുന്ന 3 കണ്ണുകളോടുകൂടിയ സ്വർണവർണ്ണ നിറമുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തി ഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ലോകത്തെ സൃഷ്ടിക്കുവാനും ആ സൃഷ്ടിച്ച ലോകത്തെ നിലനിർത്തുവാനും നശിപ്പിക്കുവാനും ശക്തിയുള്ള സനാതനിയായിരിക്കുന്ന സത്വാദി ഗുണങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ഗുണസ്വരൂപിണിയായിരിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ശരണം പ്രാപിക്കുന്ന ദീനന്മാരെ, അതായത് വയ്യാതിരിക്കുന്നവരെ, തളർന്നവരെ, ആർത്തന്മാരെ, അനാഥരായിരിക്കുന്നവരെ രക്ഷിക്കുന്നത് സ്വന്തം അഭീഷ്ടമായുള്ളവളും സകല ലോകത്തിന്റെയും സങ്കടങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംബാക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ. അരയന്നങ്ങളെ പൂട്ടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും കുശമിട്ട് ജപിച്ച മന്ത്രഭൂതമായിരിക്കുന്ന ജലം തളിക്കുന്നവളുമായിരിക്കുന്ന ബ്രഹ്മാണി രൂപിണിയായിരിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. ത്രിശൂലചന്ദ്രാഹി ഹരേ ദേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ത്രിശൂലം, ചന്ദ്രൻ, നാഗങ്ങൾ എന്നിവയൊക്കെ ധരിച്ചുകൊണ്ട് മഹത്തായിരിക്കുന്ന വൃഷഭവാഹനത്തിൽ സഞ്ചരിക്കുന്നവളായിരിക്കുന്ന മഹേശ്വരി സ്വരൂപിണിയായിരിക്കുന്ന മഹേശ്വരി ദേവിക്ക് നമസ്കാരം. നാരായണി ദേവിക്ക് നമസ്കാരം. മയൂരകുക്കുടാവൃതേ മഹാശക്തിധരേണഗേ കൗമാരി രൂപ സംസ്ഥാനേ നാരായണി നമോസ്തുതേ. വാഹനമാകുന്ന മയിൽ, കൊടിയടയാളമാകുന്ന കുക്കുടം എന്ന് പറഞ്ഞ കോഴി, ഇവയാൽ ചുറ്റപ്പെട്ടവളും വലിയ വേൽ ആയുധമായി ധരിച്ചിരിക്കുന്നവളുമായിരിക്കുന്ന പാപമില്ലാത്തവളായിരിക്കുന്ന കൗമാരി രൂപത്തിലുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. ശംഖചക്ര ഗദാശാർഗാഗൃഹീത പരമായുധേ പ്രസീത വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതേ. ശംഖ്, സുദർശന ചക്രം, ഗദ, ശാർഗം എന്നീ ഉത്കൃഷ്ടമായിരിക്കുന്ന ആയുധങ്ങളെ ധരിക്കുന്ന വൈഷ്ണവീ രൂപത്തിലുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. അമ്മയെ പ്രസാദിച്ചാലും ഭഗവതി. ഗൃഹീതോ ഗൃഹ മഹാചക്രേ ദ്രംഷ്ടോധൃതവ സുന്ദരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. അത്യുഗ്രമായിരിക്കുന്ന വലിയ ചക്രത്തെ കയ്യിൽ ധരിച്ചവളും ദംഷ്ട്ര കൊണ്ട് ഭൂമിദേവിയെ ഉദ്ധരിച്ചവളുമായിരിക്കുന്ന വരാഹരൂപിണിയായിരിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. നൃംസിംഹരൂപേണോഘ്രേണേ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണ സഹിതേ നാരായണി നമോസ്തുതേ. ഉഗ്രമായിരിക്കുന്ന നൃംസിംഹ രൂപത്തില്, നരസിംഹത്തിന്റെ രൂപത്തില് അസുരന്മാരെ കൊല്ലാൻ വന്നിരിക്കുന്ന 3 ലോകങ്ങളെയും രക്ഷിക്കുന്നവളുമായിരിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃതപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ.
കിരീടത്തോടു കൂടിയവളും മഹത്തായിരിക്കുന്ന വജ്രായുധം കയ്യിൽ ധരിച്ചവളും 1000 കണ്ണുകൾ കൊണ്ട് ശോഭിക്കുന്നവളും വൃതാസുരനെ വധിച്ചവളുമായിരിക്കുന്ന ഐന്ദ്രീ രൂപത്തിലുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. ശിവദ്യൂതി സ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ശിവദൂതിയുടെ രൂപത്തിൽ അസുരന്മാരുടെ സേനയെ നശിപ്പിച്ചവളും ഭയങ്കരമായിരിക്കുന്ന രൂപമുള്ളവളും മഹത്തായ ശബ്ദത്തോടു കൂടിയവളും ആയിരിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. ദ്രംഷ്ടാകരാളവദനേ ശിരോമാല വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമദനേ നാരായണി നമോസ്തുതേ. വലിയ ദ്രംഷ്ട്രകളെ കൊണ്ട് പല്ലുകൾ കൊണ്ട് അതിഭയങ്കരമായിരിക്കുന്ന മുഖത്തോട് കൂടിയിരിക്കുന്ന ശിരസ് കൊണ്ടുള്ള മാലയൊക്കെ അണിഞ്ഞിരിക്കുന്ന മുണ്ടനെ വധിച്ചിരിക്കുന്ന ചാമുണ്ടേശ്വരി രൂപിണിയായിരിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. ചാമുണ്ടരൂപിണിയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പൃഷ്ടിസ്തുതേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. ലക്ഷ്മി സ്വരൂപിണിയും ലോകാപവാദത്തെ ഭയക്കുന്ന ലജ്ജാസ്വരൂപിണിയും മോക്ഷപ്രദായായിരിക്കുന്ന മഹാവിദ്യാസ്വരൂപിണിയും ധർമ്മകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരകമായിരിക്കുന്ന ശ്രദ്ധാരൂപിണിയും സമൃദ്ധി രൂപിണിയും പിതൃതൃപ്തിയെ കൊടുക്കുന്ന സ്വധാരൂപിണിയും നിത്യസ്വരൂപിണിയും പ്രളയസ്വരൂപിണിയും മഹാമായ സ്വരൂപിണിയുമായിരിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. മേധേ സരസ്വതി വരേ ഭൂതി ബാബ്രവി താമസിനിയതേ ത്വം പ്രസീദേശ നാരായണി നമോസ്തുതേ. ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിന് കെൽപ്പ് നൽകുന്ന മേധാസ്വരൂപിണിയായിരിക്കുന്ന വാഗ്ദേവതയായിരിക്കുന്ന ശ്രേഷ്ഠയായിരിക്കുന്ന ഐശ്വര്യമായിരിക്കുന്ന കപിലവർണ്ണമായിരിക്കുന്ന തമോരൂപിണിയായിരിക്കുന്ന നിയതയായി വർത്തിക്കുന്ന നാരായണി ദേവിക്ക് നമസ്കാരം. ഞങ്ങളിൽ അമ്മ പ്രസാദിച്ചാലും ഭഗവതി. സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമുന്നിധേ ഭയേഭ്യസ്ത്രാഹീനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. പല സന്ദർഭങ്ങളില് പല സ്വരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന സർവത്തിൻ്റെയും അധികാര രൂപത്തിലിരിക്കുന്ന സ്വാമിനിയായിരിക്കുന്ന സർവശക്തികളെയും ഉൾക്കൊള്ളുന്ന ഹേ ദേവി, ഞങ്ങളെ ഭയങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ച് ഹേ ദുർഗേ അമ്മയ്ക്ക് നമസ്കാരം. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭൂതേഭ്യ കാർത്യായനി നമോസ്തുതേ. ഹേ കാർത്യായനി ദേവി, 3 കണ്ണുകളോട് കൂടിയിരിക്കുന്ന ദേവിയുടെ ശാന്തമായിരിക്കുന്ന ഈ മുഖം ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അവിടുത്തേക്ക് നമസ്കാരം. ജ്വാലകരാളമത്യുഗ്രശേഷമാസുരാസുതനം തൃശൂലം പാതുനോ ഭീതിർ ഭദ്രകാളി നമോസ്തുതേ. അല്ലയോ ഭദ്രകാളി ദേവി, ജ്വാലകളെ കൊണ്ട് അതിരൗദ്രമായിരിക്കുന്ന എല്ലാ അസുരന്മാരെയും കൊന്നൊടുക്കുന്ന ദേവിയുടെ ത്രിശൂലം എന്ന ആയുധം ഞങ്ങളെ എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ. നിൻ തിരുവടിക്ക് നമസ്കാരം ഭഗവതി. ഹിനസ്ഥിതൈതേജാംസി സുനേനാ പൂരയാ ജഗത്സാ ഗണ്ഡാ പാതുനോ ദേവി ചാബേഭ്യുന്ന സുധാനിവാ. മുഴങ്ങുന്ന ശബ്ദം കൊണ്ട് ലോകമെല്ലാം നിറച്ചിട്ട് അസുരന്മാരുടെ തേജസ് മുഴുവൻ നശിപ്പിക്കുന്ന ദേവിയുടെ ആ മണി, ആ ഘണ്ഠസ്വനം, ആ മണി ഞങ്ങളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. ലോകമാതാവേ, ഞങ്ങളെ പുത്രനും പുത്രിയുമായി അമ്മ കാത്തുകൊള്ളണമേ. അസുരാസൃഗസാ പങ്കചാർച്ചിതാസ്തേ കരോജ്വലേ ശുഭായ ഗഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നയാം വയം. അസുരന്മാരുടെ രക്തവും കൊഴുപ്പും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ദേവിയുടെ കൈകളിൽ ജ്വലിക്കുന്നതുമായിരിക്കുന്ന ആ വാള് ഞങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ ഭഗവതി. ഹേ ചണ്ഡികാദേവി അമ്മയ്ക്ക് നമസ്കാരം. രോഗാനശേഷാനപാഹംസി ദുഷ്ടാരുഷ്ടാദു കാമാൻ സകലാനഭീഷ്ടാൻ ത്വമാശ്രിതാനാം ച വിപന്നാരണാനാം ത്വാമാശ്രിതാ ഹൃദയസ്ത്രതാം പ്രയാന്തി. ദേവി പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ രോഗങ്ങളെയും കോപിച്ചാൽ എല്ലാ അഭിലാഷങ്ങളെയും ഇല്ലാതെയാക്കി കളയും. ദേവി പ്രസാദിച്ചാൽ എല്ലാ രോഗങ്ങളെയും എല്ലാ ദുരിതങ്ങളെയും മാറിക്കിട്ടും. ദേവി പ്രസാദിച്ചിട്ടില്ലെങ്കിൽ എന്താ വരുന്നത്? എല്ലാ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി പോകും. ദേവിയെ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ഒരാപത്തും വരില്ല എന്ന് ഈ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ ദേവിയെ ആശ്രയിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുന്നു എന്നുള്ളതാണ് പ്രസിദ്ധമായിരിക്കുന്നത്. ആ ദേവി ആരാണോ ആശ്രയിക്കുന്നത് അവര് മറ്റുള്ളവർക്കും ആശ്രയമായി കൊണ്ടേയിരിക്കും. ദേവി പ്രസാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഏതത് കൃത്തം യതത് കഥനം തുയാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം രൂപൈരൈനൈകർ ബഹുദാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകാരോധികാന്യ. അല്ലയോ ദേവി,
നിന്തിരുവടി സ്വയം അനേക രൂപങ്ങളിൽ പലതായിട്ട് ആവിർഭവിച്ചിട്ട് ഇപ്പോ അധർമ്മികളായിരിക്കുന്ന മഹാ അസുരന്മാരെ എല്ലാം അമ്മ വധിച്ചു. ഇത് വേറെ ആർക്കും തന്നെ ചെയ്യാൻ സാധിക്കില്ല ഭഗവതി. വിദ്യാസു ശാസ്ത്രേഷു വേഗദീപേഷാദ്യേഷു വാക്യേഷു ചക്കാദ്ഭുതന്യ മമത്വകർത്തേതി മഹാന്തകാരേ വിഭ്രാമയത്യേതദവീവ വിശ്വം. ആത്മാനത്മവിവേകം ഉണ്ടാക്കുന്ന എല്ലാ വിദ്യകളും ശാസ്ത്രങ്ങളും വേദവാക്യങ്ങളും സ്വായത്തമായിരുന്നിട്ട് ഇതെല്ലാം നമുക്കുണ്ടായിട്ടും ഈ ലോകത്തെ മുഴുവൻ അന്ധകാരം നിറഞ്ഞ ആ ഒരു മമതാരൂപമായിരിക്കുന്ന മോഹമായിരിക്കുന്ന ആ ഗർത്തത്തിൽ, ആ ഒരു മമതയിൽ, ആ ഒരു ആഗ്രഹങ്ങളിൽ എല്ലാ അറിവും ബുദ്ധിയും എല്ലാ ജ്ഞാനവും എല്ലാം നമുക്കുണ്ടായിട്ടും നമ്മളൊരു മമതയിൽ പെട്ടിട്ട് ഈ ലോകത്തിന്റെ മോഹമായിരിക്കുന്ന വലയത്തിൽ പെട്ടിട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചുറ്റിക്കറക്കുന്നതും അമ്മയായിരിക്കുന്ന മായാദേവി തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. രക്ഷാംസി യത്രോഗ്രവിശ്വാശാനാഗയത്രാരയോ ദതി ബാലാനി യത്ര ദാദ ധാവന്നലോ യത്ര തദാഭിമധ്യേ തത്ര സ്ഥിതാ ത്വം പരിപാസി വിശ്വം. രാക്ഷസന്മാർ, ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ, ശത്രുക്കൾ, കള്ളന്മാരുടെ കൂട്ടം, കാട്ടുതീ തുടങ്ങിയ ആ സംഭവങ്ങളെല്ലാം ഉള്ളിടത്തും, അതുപോലെ തന്നെ സമുദ്രത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ പെട്ടുപോയതെങ്കിലും ഈ രാക്ഷസന്മാരെടുത്തോ ഏതെങ്കിലും കള്ളന്മാരെടുത്തോ ഉപദ്രവിക്കുന്ന ആളുകളുടെ അടുത്തോ ഇനി സമുദ്രത്തിന്റെ അടിയിൽ പെട്ടുപോയാലും ഒരു തീ കുണ്ടത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം ദേവിയെ ആശ്രയിക്കുന്നവരെ ദേവി എന്ത് ചെയ്യും? രക്ഷിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഭഗവതിക്ക് നമസ്കാരം. വിശ്വേശ്വരീം ത്വം പരിപാസി വിശ്വം വിശ്വാത്മികാധാരയസീതി വിശ്വം വിശ്വേശവന്ധ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാ. ദേവി ഈ ലോകത്തിന്റെ മുഴുവൻ ഈശ്വരിയായിട്ട് വിശ്വത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവതി. ദേവി സ്വയം വിശ്വത്തിന്റെ ആധാരമായതുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടുവരികയാണ് ഭഗവതി. ബ്രഹ്മാദി വിശ്വേശ്വരന്മാർ പോലും ദേവി വന്ദിക്കപ്പെടുന്നവളാകുന്നു ഭഗവതി. ദേവിയിലുള്ള ഭക്തി കൊണ്ട് നമ്രശിരസ്കയായവർ വിശ്വത്തിന് മുഴുവൻ ആശ്രയമായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ ആരാണോ ശിരസ് നമിക്കുന്നത് അവർ ഈ ലോകത്തിന് തന്നെ ആശ്രയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേവി പ്രസീത പരിപാലയനോരി ഭീതേർ നിത്യം യഥാസുരാവതാദസ്സുനൈ ദൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാദപാകജനിതാം ച മഹോപവസ്വർഗാൻ. ദേവി ഇപ്പൊ അവിടുന്ന് അസുരന്മാരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ ഭയമെല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് ഞങ്ങളിൽ ഇനിയും പ്രസാദിച്ചിട്ട് ഞങ്ങളിൽ വന്നിരിക്കുന്ന രോഗദാരിദ്ര്യ ദുഃഖ ദുരിത ശത്രുഭയങ്ങളിൽ നിന്ന് എപ്പോഴും അമ്മ ഞങ്ങളെ സംരക്ഷിക്കണേ, രക്ഷിക്കണേ. അതുപോലെ തന്നെ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളെയും ക്ഷണത്തിൽ അമ്മ ഇല്ലായ്മ ചെയ്യണേ. ഒരു മിന്നൽ വരുന്നത് പോലെ, ഒരു കൊള്ളിമീൻ വരുന്നത് പോലെ തുടങ്ങിയ എല്ലാ ദുർനിമിത്തങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കണേ ഭഗവതി. പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്ഥഹാരിണി ത്രൈലോക്യവാസിനാമീഢ്യ ലോകാനാം വരദാഭവ. ലോകത്തിന്റെ മുഴുവൻ സങ്കടങ്ങളെയും ഇല്ലാതെയാക്കുന്ന അല്ലയോ ഭഗവതി ചണ്ഡികാദേവി, അവിടുത്തെ നമിക്കുന്നവരിൽ പ്രസാദിക്കണേ ഭഗവതി. 3 ലോകത്തിലുമുള്ളവരാൽ പൂജനീയായിരിക്കുന്ന ദേവി ഞങ്ങൾക്ക് വരം നൽകി അനുഗ്രഹിച്ചാലും ഭഗവതി എന്ന് നമ്മൾ അമ്മയോട് ഇത്ര നേരവും നമ്മൾ അമ്മയോട് പ്രാർത്ഥിച്ചു. ദേവ്യുവാച, ദേവി പറഞ്ഞു, വരദാഹം സുരാഗണവരയം മനേസച്ഛധാതം വൃണുത്വാം പ്രയച്ഛാമി ജഗതാമുപകാരകം. ഹേ ദേവഗണങ്ങളെ, ഞാൻ വരം നൽകാൻ തൽപരയാണ് വരം നൽകാൻ. നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ജഗത്തിന്, ഈ ലോകത്തിന് ഉപകാരപ്രദമായിരിക്കുന്ന ഏത് വരം നിങ്ങൾ ചോദിച്ചാലും ഞാൻ നൽകാം. ദേവോവാച, ദേവൻ പറഞ്ഞു, സർവബാധാ പ്രശമനം ത്രൈലോസ്യാഖ്യാഖിലേശ്വരീ ഏവമേതത്വയാ കാര്യസ്മധായിരി വിനാശനം. ഹേ അഖിലേശ്വരി, 3 ലോകങ്ങളുടെയും എല്ലാവിധ ബാധകളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അമ്മ ശമിപ്പിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ശത്രുനാശവും അമ്മയുടെ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദേവ്യോവാച, വൈവസ്വതന്ധരേ പ്രാപ്തേ അഷ്ടാവിംശിമേ യുഗേ ശുംഭോ നിശുംഭച്ചൈവാനുപസ്ഥേത മഹാസുരൗ. വൈവസ്വത മന്വന്തരത്തിൽ, അതൊരു മന്വന്തരാണ് കേട്ടോ, വൈവസ്വത മന്വന്തരത്തിൽ 28ാം ചതുർയുഗത്തിൽ ശുംഭനെന്നും
നിശുംഭൻ എന്നും പേരിൽ വേറെ 2 അസുരന്മാരുണ്ടാകും. നന്ദഗോപഗൃഹേ ജാതാ യശോദാ ഗർഭസംഭവാ തദൗസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. അപ്പോ അങ്ങനെ ഒരു അസുരന്മാരുണ്ടായാൽ ഞാൻ നന്ദഗോപരുടെ വീട്ടിൽ ഗൃഹത്തിൽ യശോദയുടെ ഗർഭത്തിൽ ജാതയായി വിന്ധ്യാചലത്തിൽ വസിച്ചുകൊണ്ട് ആ അസുരന്മാരെ നശിപ്പിച്ച് ലോകത്തെ സംരക്ഷിക്കും. ഇതാണ് ഭഗവാൻ വരുന്നതിന് മുമ്പ് വന്ന യോഗമായ ദുർഗ. ആ ഭഗവതിയാണ് നന്ദഗോപരുടെ വീട്ടില് നന്ദഗോപഗൃഹത്തിൽ യശോധാ ഗർഭത്തിൽ ഭഗവതി വന്നത്. നന്ദഗോപഗൃഹേ ജാത യശോധാ ഗർഭസംഭവാ തദൗസ്തോ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. വിന്ധ്യാചലത്തിൽ ഇരുന്നു കൊണ്ട് അമ്മ എല്ലാ ദുഃഖങ്ങളെയും പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു. പുനരഭ്യാതിരൗദ്രേണ രൂപേണ പൃഥിവീതലേ അവതീരേ ഹനിഷ്യാമി വൈപ്രചിത്താം ശാധാനവാൻ. അങ്ങനെ വീണ്ടും ഭയങ്കരമായിരിക്കുന്ന രൂപത്തോടെ ഭൂമിയിൽ അവതരിച്ചിട്ട് വിപ്രചിത്തിയുടെ പുത്രന്മാരായിരിക്കുന്ന അസുരന്മാരെ ഞാൻ കൊന്നുകളയും. ഭക്ഷ്യന്ത്യാശതാനുഗ്രഹാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോഭമാ. വൈപ്രചിത്തന്മാരായിരിക്കുന്ന അസുരന്മാരെ ഭക്ഷിക്കുന്നത് കൊണ്ട് എന്റെ പല്ലുകളെല്ലാം ചുവന്ന് മാതളപ്പൂ പോലെയായി മാറും. തതോ മാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാസ്തുവന്തോ വാ വ്യാഹരിഷ്യാന്തി സതതം രക്തദന്തികാം. അപ്പോ സ്വർഗത്തില് ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരുമെല്ലാം എന്നെ രക്തദന്തിക എന്ന് വിളിക്കും. അവരെ ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ പല്ലൊക്കെ ചുമന്ന് നല്ല മാതളപ്പൂ പോലെ ആയി മാറും. അപ്പൊ അതുകൊണ്ട് എന്താവും, എന്റെ പല്ല് ചുമന്നിരിക്കുന്നവരോട് എല്ലാരും എന്നെ രക്തദന്തിക എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഭൂയശ്ച ശതവാർഷിക്യാമോനവൃഷ്ടാമനാംഭസി മുനിഭീ സംസൃതാ ഭൂമോ സംഭവശ്യമനിയോനിച്ച. പിന്നീട് 100 വർഷത്തോളം മഴയില്ലാതെ ജലമില്ലാതെ ഭൂമിയിൽ മുനികളെല്ലാം കഷ്ടപ്പെടുമ്പോ ആ മുനികളാൽ സ്മരിക്കപ്പെട്ടിട്ട് ഞാൻ സ്വയംഭൂവായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കും. തതശതേന തേത്രാണാം നിരീക്ഷിക്ഷ്യാമി യന്മുനി കീർത്തിഷ്യന്തി മനുജാ ശതാക്ഷിമീധി മാം തഥാ. അപ്പോ 100 കണ്ണുകൾ കൊണ്ട് ഞാൻ മുനിമാരെ നോക്കിക്കൊണ്ടേയിരിക്കും. അത് കണ്ട് മനുഷ്യർ എന്നെ ശതാക്ഷി എന്ന് വിളിക്കും. ശതം എന്നാൽ 100, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പോ ഞാൻ 100 കണ്ണുകൾ കൊണ്ട് ആ മുനിമാരെ നോക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ ശതാക്ഷി എന്ന് വിളിക്കും. രക്തദന്തിക ശതാക്ഷി എന്ന് വിളിക്കും. തദോഹമഖിലം ലോകമത്മേ ദേഹ സമുദ്ഭവേ ഭരിഷ്യാമി സുരാശാഗംഭര്യാവൃഷ്ട പ്രാണധാരകൈ. അപ്പോ എന്റെ ദേഹത്ത് നിന്ന് ഉണ്ടായതും മഴ വരുന്നതുവരെ പ്രാണസന്ധാരണത്തിന് ഉപകരിക്കുന്നതുമായിരിക്കുന്ന സസ്യങ്ങളെ കൊണ്ട് ഈ ലോകം ഞാൻ നിറച്ചുകൊണ്ടേയിരിക്കും. ശാഗംഭരീതി വിഖ്യാതീം തദായസ്യാമ്യഹം ഭുവി തത്രൈവച്ച വദിഷ്യാമി ദുർഗാമാക്യം മഹാസുരം. ദുർഗാദേവി വിഖ്യാദ്യം തന്മേ നാമ ഭവിഷ്യതി. അപ്പോ ഭൂമിയിൽ ഞാൻ ശാഖംബരി, അതായത് ചീരയെ കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ശാഖംബരി എന്ന പേരോടുകൂടി ഞാൻ എന്താവും, പ്രസിദ്ധമാവും. ശതാക്ഷിയായി ശാഖംബരിയായിട്ട് അമ്മ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ദുർഗമൻ എന്ന പേരോട് കൂടിയ ഒരു മഹാ അസുരനെ ഞാൻ വധിച്ചു കളയും ആ സമയത്ത്. അങ്ങനെ ദുർഗമൻ എന്ന് പറയുന്ന ഒരു അസുരനെ ഞാൻ വധിച്ചു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ദുർഗാദേവി എന്ന് വിളിക്കാൻ തുടങ്ങും. പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ രാക്ഷസീം ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാത് തദാ മാം മുനയ സർവേ സ്തോഷ്യാന്ധ്യാനമമ്രമൂർത്തയേ ഭീമാദേവി വിഖ്യാദ്യം തന്മേ നാമ ഭവിഷ്യതി. മുനിമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഭീമാകാരമായിരിക്കുന്ന രൂപമെടുത്തിട്ട് ഹിമാലയത്തിന്റെ പ്രദേശത്ത് രാക്ഷസന്മാരെ ഞാൻ ഭക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ മുനിമാരെല്ലാവരും എന്നെ ഇങ്ങനെ ശിരസ് നമിച്ചിട്ട് സ്തുതിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഭീമമായിരിക്കുന്ന രാക്ഷസന്മാരെ എല്ലാം വധിച്ച് തിന്നുന്നത് കൊണ്ട് എനിക്ക് ഭീമാദേവി എന്നൊരു പേര് കൂടി ലഭിക്കും. യഥാരുണാക്യസ്ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി താഹാം ഭ്രാമരം രൂപം കൃത്വാ സങ്കേഷ്ടപദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വദിഷ്യാമി മഹാസുരം ഭ്രാമരീപി ച മാം ലോകാസ്തദാ സ്തോഷിന്തി സർവഥാ.
അരുണൻ എന്ന് പറയുന്ന ഒരു അസുരൻ, മഹാ അസുരൻ 3 ലോകത്തിനും ഉപദ്രവകാരിയായി മാറുന്ന സമയത്ത് 6 കാലുള്ള അസംഖ്യം വണ്ടുകളുടെ രൂപത്തിൽ 6 കാലുള്ള ഒരുപാട് വണ്ടുകളായിട്ട് ഞാൻ അവതരിച്ചിട്ട് 3 ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആ അസുരനെ ഞാൻ അങ്ങ് വധിച്ചു കളയും. ലോകം സകല ദിക്കിലും എന്നെ ഭ്രാമരി എന്ന് വിളിക്കും. അങ്ങനെ ഞാൻ അവതരിച്ചു കഴിഞ്ഞാൽ, അരുണൻ എന്ന് പറയുന്ന അസുരനെ വധിക്കാൻ ഒരു വണ്ടായി ഞാൻ ജനിച്ചു കഴിഞ്ഞ അസുരനെ വധിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ എന്നെ ഭ്രാമരി എന്ന് വിളിക്കാൻ തുടങ്ങും. ഇതം യഥാ യഥാ ഭവിഷ്യതി തഥാ തഥാ വദീര്യാഹം കരിഷ്യാമി രക്സംക്ഷയാം. ഇപ്രകാരം എല്ലാ അസുരന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അവതരിച്ച് ശത്രു നിഗ്രഹം ചെയ്ത് എന്നെ ആശ്രയിക്കുന്ന എൻ്റെ ഭക്തന്മാരെയും 3 ലോകങ്ങളെയും ഞാൻ അമ്മയായി നിന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ഏകാദശിയാം. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ. ഏകാദശ അധ്യായം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 2 അധ്യായങ്ങളേ ഉള്ളൂ. അത് ഇന്നെടുക്കൂല, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. അങ്ങനെ 2 അധ്യായവും അപരാധ ക്ഷമാപണ മന്ത്രവും കഴിഞ്ഞാൽ ദേവീ മഹാത്മ്യം പൂർത്തിയായി. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മ എപ്പോൾ അനുവദിക്കുന്നു ആ ദിവസം വൈകാതെ ഈ 2 ക്ലാസ്സും ഞാൻ അമ്മയ്ക്കും അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തരായിരിക്കുന്ന എൻ്റെ മഞ്ജരീസ് കുടുംബങ്ങളുടെയും തൃപാദങ്ങളിൽ സമർപ്പിക്കും. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ. ഓക്കെ. ഹരേ കൃഷ്ണ.